ഗുഡ് മോർണിംഗ് ഓൺലൈൻ. എല്ലാവരും എത്തിയോ? 10 വരെ ആകായിട്ടുള്ളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. മാനേജ്മെന്റിന്റെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ വായിച്ചു നോക്കിയോ? നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓൺലൈൻ എന്താണ് മാനേജ്മെന്റിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ട് എന്താണ് അഭിപ്രായം? നിങ്ങളുടെ ഓഫ്ലൈൻ്റെ അഭിപ്രായം എന്താ? മാനേജ്മെന്റ് കേട്ടിട്ടില്ല. സൗമ്യ എന്താണ്? ആരതി മനസ്സിലാകുന്നുണ്ട്. മുന്റെ അഭിപ്രായം നല്ല ബോറിംഗ് ആണ്. ജു പക്കോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ആരും മെസ്സേജ് അയച്ച് ചോദിക്കുന്നില്ല, പിന്നെ ഞാൻ അങ്ങനെ അയച്ചു തരും. ഗ്രൂപ്പില് അല്ലാതെ ആരാന്ന് നിങ്ങൾ സെപ്പറേറ്റ് ചോദിച്ചാൽ മതി. ചോദിച്ചാൽ മതി. ചോദിച്ചു കഴിഞ്ഞാൽ തരാം. ആവശ്യമുള്ള കൊടുത്താൽ പിന്നെ കാര്യം ആലോചിക്കാം. അത് ഞാൻ അപ്പുറത്ത് കളയാനുള്ള പരിപാടിയാണ്. നോക്കാം. സ്ലൈഡ് കിട്ടിയില്ലേ? കിട്ടിയില്ലേ? തുടങ്ങാം ക്ലാസ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കിൽസ് ഓഫ് ആൻ മാനേജർ. ഒരു മാനേജറുടെ ഏതൊക്കെ തരത്തില് സ്കിൽസ് ഉണ്ടായിരിക്കണം, എന്തൊക്കെ സ്കിൽസ് ആണ് ഒരു മാനേജർക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. നോക്കുക, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയതിന്റെ ബാക്കിയാണ് എടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഈ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തരത്തിലാണ് ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത്. മെയിൻ ആയിട്ട് 3 തരത്തിലാണ്. അത് കൂടാണ്ട് സ്കിൽസ് ഉണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് നോക്കി പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 തരത്തിലുള്ള സ്കിൽസ് ആണ്. ടെക്നിക്കൽ സ്കിൽസ്, ഹ്യൂമൻ സ്കിൽസ്, കൺസെപ്റ്റൽ സ്കിൽസ്. ഈ 3 തരത്തിലുള്ള സ്കിൽസ് ആണ്. ഇങ്ങനെ 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആയിട്ട് ഈ സ്കിൽസിനെ തരംതിരിച്ച ആളാണ് റോബർട്ട് എൽ കാറ്റ്സ് എന്ന് പറയുന്ന ആള്. കാറ്റ്സ് എന്ന് ഓർത്താൽ മതി. കാറ്റ്സിന് 4 കാലുണ്ടെന്നുള്ളത് ഓർക്കുക. 4 കാല് എന്നുള്ളതിൽ 3 കാലാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പം വേറെ ഉണ്ട് ഡിസൈൻ സ്കില്ല്, ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് സ്കില്ല്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേറെ സ്കില്ലുകൾ ഉണ്ട്. പക്ഷെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ സ്കില്ല്, ടെക്നിക്കൽ സ്കില്ല്, കൺസെപ്റ്റൽ സ്കില്ല് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് എന്തൊക്കെയാണ് ഈ സ്കില്ലുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ 3 സ്കില്ലാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് എല്ലാവർക്കും വേണ്ടത്. എല്ലാ മാനേജേഴ്സിനും വേണ്ട ഒരു സ്കില്ല് എന്ന് പറഞ്ഞാൽ ഈ 3 സ്കില്ലുകളാണ്. ഇത് നോക്കുക, അവരുടെ അടിയിൽ ഉള്ളൊരു ഗ്രാഫ് നോക്കി. ഗ്രാഫ് അല്ല, ഒരു പിക്ചർ നോക്കി. കാർഡ്സ് മാനേജർ സ്കിൽ ആൻഡ് ലെവൽ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
പടം കണ്ടല്ലോ. ഈ പടത്തിൽ നമ്മൾ 3 ലെവൽ ഓഫ് മാനേജ്മെന്റ് നമ്മൾ തരംതിരിച്ചു വെച്ചിട്ടുണ്ട്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള 3 തരത്തിലുള്ള ലെവൽസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ കണ്ടു. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇതിനെ ഈ സ്കിൽസിനെ ഇതിനെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. അപ്പൊ ഈ ഫസ്റ്റത്തെ ഒരു പാർട്ടീഷൻ നോക്കിയേ, കൺസെപ്റ്റൽ സ്കിൽസ് എന്നുള്ള ആ പോർഷൻ വരച്ചിരിക്കുന്ന ലൈൻ കണ്ട, അതിന്റെ ബോർഡറിൽ വന്നിരിക്കുന്ന ആ ലൈൻ കണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഹ്യൂമൻ സ്കിൽസ് കൊടുത്തിരിക്കുന്ന ഈ ലൈൻ, രണ്ടാമത്തെ ലൈൻ കണ്ടാവും. ക്രോസ് ആയിട്ട് ഇങ്ങനെ വരച്ചിരിക്കുന്ന ട്രയാങ്കിൾസ് ആയിട്ട് 2 ട്രയാങ്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അതിന്റെ നടിയിൽ ഒരു പാരലോഗ്രാം വെച്ചിട്ടുള്ള ഒരു സംഭവം കണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു ബേസിസിലാണ് നമ്മൾ ഈ സ്കിൽസ് ഓഫ് മാനേജറിന് തരംതിരിച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ ലെവലിലുള്ള മാനേജേഴ്സിന് എത്രത്തോളം ഈ ടൈപ്പ് ഓഫ് സ്കിൽസ് വേണം എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഇതിന്റെ അർത്ഥം. അതായത് ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ സ്കില്ലുകൾ എന്നുള്ളതൊന്നും നോക്കാം. എന്താണ് ടെക്നിക്കൽ സ്കില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ടെക്നിക്കൽ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ശരിക്കും നമുക്ക് ടെക്നോളജി ആയിട്ട് റിലേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരാൾ ഭയങ്കര ടെക്നിക്കലി സ്കിൽഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അവന് ഭയങ്കര ടെക്നിക്കാണ്. നമ്മളിപ്പോ പണ്ടൊക്കെ വീട്ടില് അച്ഛനും ഒക്കെ ഭയങ്കരമായിട്ട് ഓരോരോ കാര്യങ്ങൾ കേടായി പോകുമ്പോഴൊക്കെ നമ്മൾ നന്നാക്കാനായിട്ട് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകില്ലേ? അപ്പൊ അച്ഛൻ ഇത് നന്നാക്കി വെച്ചിട്ട് ഇങ്ങനെ പറയാം. അപ്പൊ നമ്മൾ അമ്മയ്ക്ക് ഇതൊന്നും നന്നാക്കാൻ അറിയില്ല, അച്ഛന് ഭയങ്കര ടെക്നിക്കാണ് അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കില്ലാണ് അച്ഛൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ആ ടെക്നിക്കൽ സ്കിൽ എന്നുള്ളത് ഉദ്ദേശിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു സാധനം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളതിന്റെ ഒരു അറിവ്. എങ്ങനെ, അതായത് ഒരു എക്യുപ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ എക്യുപ്മെന്റ് എങ്ങനെ വർക്ക് ചെയ്യിക്കും, ഒരു ഇൻസ്ട്രുമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ വർക്ക് ചെയ്യിക്കും എന്നൊക്കെയുള്ള തരത്തിലുള്ള അറിവ് ഉള്ള ഒരാൾ, ആ ആളെയാണ് നമ്മൾ ഈ പറയുന്ന ടെക്നിക്കൽ സ്കില്ലുള്ള ഒരാളാണ് എന്ന് പറയുന്നത്. ഈ ടെക്നിക്കൽ സ്കില്ലുള്ള ഒരാൾ ഏറ്റവും കൂടുതൽ വേണ്ടി വരിക ഏത് ലെവലിലായിരിക്കും? ഏറ്റവും ലോവർ ലെവലില്, ഏറ്റവും താഴെ കടയിലുള്ള, അതായത് എംപ്ലോയീസ് കൂടുതലുള്ള ആൾക്കാണ്. കാരണം ഇത് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യണതും കാര്യങ്ങളെല്ലാം നടത്തി കൊണ്ടുപോകുന്നതും എല്ലാം ആരാണ്? ടെക്നിക്കൽ സ്കില്ലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജിലുള്ള ആൾക്കാരാണ്. അത് സൂപ്പർവൈസറിനായിരിക്കണം ഈ പറയുന്ന ഒരു എംപ്ലോയി ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം എങ്ങനെയാണ് അയാൾ വർക്ക് ചെയ്യേണ്ടത്. മെഷീൻ കേടായി പോയി, ആദ്യം തന്നെ മെഷീൻ കേടായ ആൾ വിളിക്കുന്ന ആരാ? സിഇഒനെ വിളിക്കില്ലല്ലോ, അയാൾ സൂപ്പർവൈസറല്ലേ വിളിക്കുള്ളൂ. അയാളൊന്ന് നോക്കിയിട്ട് ഇതെങ്ങനെ ശരിയാക്കുന്ന ജസ്റ്റ് ചിലപ്പോൾ എന്തെങ്കിലും നട്ടും ബോൾട്ടും ഇതായി കിടക്കായിരിക്കും, അപ്പൊ അതൊന്നും നന്നാക്കി കൊടുക്കും. അങ്ങനത്തെ, അല്ലെങ്കിൽ ഓയില് ഉണ്ടാവില്ല, അതൊന്നും ഒഴിച്ചു കൊടുക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏറ്റവും അടിയിലുള്ള ആള് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്കിൽ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഹ്യൂമൻ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ഇതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അയാളെ കോർഡിനേറ്റ് ചെയ്യുക. മെഷീൻസിന് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ടൈപ്പ് ഓഫ് സ്കിൽസ് ഉണ്ട്. ഇമോഷണലി നമ്മളെ അറ്റാച്ച് ചെയ്ത് നിർത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഹ്യൂമൻ സ്കില്ല് കൂടുതലാണെന്ന് പറയും. അതായത് ഒരാളെ നമ്മൾ എന്ത് ചെയ്യും? പിടിച്ചു നിർത്താനുള്ള രീതിയിലുള്ള നമ്മുടെ മാനുഷികപരമായിട്ടുള്ള സ്കിൽസ് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂമൻ സ്കിൽസ് എന്ന് പറയുന്നത്. ഈ ഹ്യൂമൻ സ്കിൽസ് ഏറ്റവും കൂടുതൽ വേണ്ടി വരാന്ന് പറഞ്ഞാൽ മിഡിൽ ലെവലിലുള്ള ആളുകൾക്കായിരിക്കും. അതേപോലെ തന്നെ ഈ പറയുന്ന ടോപ്പ് ലെവലിലും അത് അത്രത്തോളം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എംപ്ലോയി സിഇഒ എന്ന് പറയുന്ന ആള് വെറുതെ ഡിസിഷൻസ് എടുത്താൽ മാത്രം പോരാ, അത് നന്നായിട്ട് മിഡിൽ ലെവലിലേക്കും കൂടി അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു കാര്യം ചെയ്യണം. ഇപ്പൊ ഏറ്റവും മുകളിലിരിക്കുന്ന ഒരാൾ, അയാൾ ഭയങ്കര മോശമായിട്ടാണ്, ഹ്യൂമൻ സ്കിൽസ് ഒന്നും ഇല്ലാണ്ട് ഭയങ്കര മോശമായിട്ട് താഴെയുള്ള ആൾക്കാരോട് പെരുമാറി കഴിഞ്ഞാൽ അതപ്പം തന്നെ ഭയങ്കര പ്രശ്നമാവും. അപ്പൊ അങ്ങനെ ഒരു കാര്യം അവിടെ വരാൻ പാടില്ല. അയാൾ രണ്ടിനും കോർഡിനേറ്റ് ചെയ്ത് മനുഷ്യപരമായിട്ട് ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് അയാൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ആ സ്കിൽസ് കൂടുന്തോറും അയാളുടെ ആ ഒരു ഓർഗനൈസേഷൻ വിജയിക്കാനുള്ള സാധ്യതയും കൂടുതല. അപ്പൊ ടോപ്പ് ലെവലിനും അതേപോലെ തന്നെ മിഡിൽ ലെവലിനും ഈ പറഞ്ഞ കൺസെപ്റ്റൽ സ്കിൽസ് ഇല്ല, ഹ്യൂമൻ സ്കിൽസ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് മിഡിൽ ലെവലിൽ ഈ പറഞ്ഞ സ്കിൽസ് ഭയങ്കര കൂടുതലായിരിക്കണം. മുകളിലുള്ളവർക്ക് അത് ഇത്തിരി കുറവാണെങ്കിൽ കൂടിയും നടുവിലുള്ള ആൾക്കാർക്ക് അത് നന്നായിട്ട് ഉണ്ടായിരിക്കണം. കാര്യം എംപ്ലോയീസിനെ കോർഡിനേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളത് ഇങ്ങനെ ഉത്തരവാദിത്തമാണ്, മിഡിലുള്ള ആളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോ സ്ട്രൈക്കിന് പോയെന്ന് വിചാരിക്കുക, താഴെയുള്ള ലോവർ ലെവൽ ആൾക്കാർ സ്ട്രൈക്കിന് പോയെന്ന് വിചാരിക്കാം. സ്ട്രൈക്കിന് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ, എടാ ഇപ്പൊ സ്ട്രൈക്ക് ഒന്നും വേണ്ട, നിങ്ങൾ പോയി മാനേജ്മെന്റ് കുറച്ച് നഷ്ടത്തിലാണ്, ഇപ്പൊ നിങ്ങളുടെ സാലറി കൂട്ടി തരാനൊന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞ് മിഡിൽ ലെവലിലുള്ളവരല്ലേ അതിനെ സ്ട്രൈക്കിന് കാര്യങ്ങളൊക്കെ ഇതാക്കുന്നത്. അത് ഇല്ല, മിഡിൽ ലെവലിലുള്ള ആൾക്ക് ഇതില്ല, നിങ്ങൾ പോയി പണി നോക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്തായി? അപ്പൊ അവിടെ സമരം വരും, പ്രശ്നങ്ങളാവും, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വരും. അത് ആ ഓർഗനൈസേഷന്റെ നാശത്തിന് തന്നെ കാരണമാകുന്ന കാര്യങ്ങളാണ്. ഇനി ഏറ്റവും മുകളിലുള്ള ആളുകൾക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സ്കില്ലാണ് കൺസെപ്റ്റൽ സ്കിൽ എന്ന് പറഞ്ഞത്. കൺസെപ്റ്റൽ സ്കിൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് അറിയുക. ഞാൻ നിങ്ങളോട് പറയില്ലേ, കൺസെപ്റ്റ് പഠിക്കുന്ന പറയില്ലേ? എന്താണ് അതിന്റെ ആശയം എന്നുള്ളത്, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ ഐഡിയ ഈ കൺസെപ്റ്റ് സ്കില്ലുള്ള അല്ലെങ്കിൽ ടോപ്പ് ലെവലിലുള്ള ആളുകൾക്ക് വേണം. ഞാൻ ഇന്ന കോഴ്സ് ജോയിൻ ചെയ്യാൻ പോവാണ്,
ഇന്ന കോഴ്സിൽ ഇത്രയധികം കുട്ടികൾ വന്ന് പഠിക്കേണ്ടതാണ്, അപ്പൊ അവർക്ക് ഇത്രയധികം ആവശ്യമുണ്ട്, അടുത്ത 5 വർഷത്തിനുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നടന്നിരിക്കണം, ഈ കമ്പനി അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇത്രയും സെയിൽസ് നടത്തിയിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ടോപ്പ് ലെവലിലുള്ളവർക്ക് നല്ല ഗ്രാഹ്യം ഉണ്ടായിരിക്കും. അവർക്ക് ഈ പറയുന്ന ഹ്യൂമൻ സ്കിൽസും ടെക്നിക്കും അത് എങ്ങനെ നടത്തിയെടുക്കും എന്നുള്ള കാര്യം അറിഞ്ഞില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. ഈ കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. ഇപ്പോ നമ്മൾ പറഞ്ഞു നമ്മുടെ ഒരു ഓർഗനൈസേഷൻ നോക്കുകയാണെങ്കിൽ ആപ്പിന്റെ ഒരു കാര്യം, നമുക്ക് ഇവിടെ ആപ്പ് ഉണ്ട്, ആപ്പ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും താഴെയുള്ള ആൾക്കാരുണ്ട്. എനിക്ക് ആപ്പ് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല, ഒരു മുകളിൽ നിൽക്കുന്ന ഒരാൾക്ക് എനിക്ക് ആപ്പ് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല, പക്ഷെ എന്നാലും അതിന്റെ ഫംഗ്ഷനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ? നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഒരു കൺസെപ്റ്റ് സ്കിൽസ് മതി, എങ്ങനെ ആപ്പ് വേണം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായാൽ മതി. അപ്പൊ ആപ്പ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. അതായത് എനിക്ക് അതിന് മിനിമം നോളജ് മതി. ഏറ്റവും ഇപ്പൊ ആപ്പിന്റെ പുറകിലുള്ള വെബ് ഡെവലപ്മെന്റ് കാര്യങ്ങളൊന്നും എനിക്ക് അറിയേ പാടില്ല. അതറിയണ്ട, ആപ്പ് നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞിട്ടോ ഇത് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി എന്നുള്ള ഇതാണ്. ഓക്കെ, മറ്റേ സിനിമയില് ചോദിക്കുന്നില്ലേ, കുറെ നാള് വൈദ്യുതി മന്ത്രിയായിട്ടിരുന്ന ആളല്ലേ, എന്നാ എങ്ങനെയാ വൈദ്യുതി ഉണ്ടാക്കുന്നത്? വൈദ്യുതി വെള്ളത്തിൽ നിന്ന്. എന്നാ വെള്ളത്തിൽ തൊട്ട് എന്താ ഷോക്ക് അടിക്കാത്ത? ലൈറ്റ് ഇടുന്നുണ്ടോ, കറണ്ട് വരുന്നുണ്ടല്ലോ, അത് മാത്രം നോക്കിയാൽ മതി. അതാണ് ഈ കാര്യം. അപ്പൊ കൺസെപ്റ്റ് സ്കിൽസ് ഏറ്റവും കൂടുതൽ, ഇവിടെ ഗ്രാഫ് നോക്കുക, ഏറ്റവും കൂടുതൽ കിടക്കുന്നത് ടോപ്പ് ലെവലിലുള്ള ആൾക്കല്ലേ. ഏരിയ വെച്ചിട്ട് നോക്കിയേ, ആ ഏരിയ വെച്ചിട്ട് നോക്കി കഴിയുമ്പോൾ കൺസെപ്റ്റ് സ്കില്ല് ഏറ്റവും കൂടുതൽ വേണ്ടത് ഏറ്റവും മുകളിൽ കിടക്കുന്ന ആൾക്ക്. മിഡിൽ ലെവലിൽ നോക്കിയേ, അത്രയും വരുന്നുണ്ടോ? മുകളിലുള്ള ആളുടെ അത്രയും സ്കില്ലിന്റെ ഇത് വരുന്നുണ്ടോ? ഇല്ല. ലോവർ ലെവലാണെങ്കിലോ അത്രയും പോലും ഇല്ല. പക്ഷെ അവർക്ക് ഇല്ല എന്ന് പറയാൻ പറ്റും? ഇല്ല. കാര്യം നമ്മൾ എന്ത് പണിയാണ് ചെയ്യാൻ പോകണെന്നുള്ള ഒരു ബേസിക് ഐഡിയ എങ്കിലും ഉണ്ടാവണ്ടേ അവർക്ക്. ഇത് ഇന്ന ആശയമാണ് നമുക്ക് ഉള്ളത്, ഈ പണി ചെയ്തു തീർത്താലേ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഐഡിയ എങ്കിലും അവർക്ക് വേണം. കുറെ നട്ടും ബോൾട്ട് വന്നിട്ട് ഇത് ഉണ്ടാക്കി വെറുതെ വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല. കാര്യം കാറാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. കാറിനകത്ത് ഫിറ്റ് ആകുന്ന രീതിയിൽ ഇപ്പോ ഒരു നട്ട് ഉണ്ടാക്കാന്നായിരിക്കാം, നട്ടിന്റെ അടി റൗണ്ട് ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു സ്ക്വയർ ടൈപ്പിൽ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ലല്ലോ. അപ്പൊ ആ ഒരു നട്ട് ഉണ്ടാക്കാനെ ഏൽപ്പിച്ചു, ആ നട്ട് ഉണ്ടാക്കാനായിട്ട് ബാക്കി ബോഡി പാർട്സ് ഉണ്ടാക്കുന്ന ആളുകൾ ഏത് രീതിയിൽ ഡിസൈൻ ചെയ്യുന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി ഇയാൾക്ക് വേണ്ടേ? അപ്പൊ ഇത് കുറച്ചെങ്കിലും വേണം എന്നുള്ളതാണ്. ഓക്കെ, ഹ്യൂമൻ സ്കിൽസ് എന്നുള്ളത് 3 തരത്തിലുള്ള ആളുകൾക്ക് ഏകദേശം ഒരേപോലെ തന്നെ വേണം എന്നുള്ള ഒരു കാര്യമാണ്. കാരണം റിലേഷൻസ് പരസ്പരം കീപ്പ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. ടെക്നിക്കൽ സ്കിൽസ് ഇവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വേണ്ടത്. ഓക്കെ, ലോവർ ലെവലിലായിരിക്കും ഏറ്റവും കൂടുതൽ വേണ്ടത്. ടെക്നിക്കൽ സ്കിൽസ് മിഡിൽ ലെവലിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് മതി, ടോപ്പ് ലെവലിനുള്ളത് മിനിമം മതി, കുറച്ച് മതി. ഓക്കെ, ഇതാണ് കാർഡ്സിന്റെ മാനേജറിയൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ 3 സ്കിൽസ് ആയിട്ട് തരംതിരിച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലായത്? CAD's managerial skills and levels of management. നോക്കുക, ഞാൻ സ്ലൈഡ് വെറുതെ വായിച്ചിട്ട് കഴിഞ്ഞാൽ ഇനി ആ കാര്യം നമുക്ക് മനസ്സിലാവും. നോക്ക്, ടെക്നിക്കൽ സ്കിൽസ് നോക്ക്, വെറുതെ വായിച്ചിട്ട് ഇറ്റ് ഇസ് എബിലിറ്റി. നിങ്ങൾക്ക് കാണാപ്പടം പഠിക്കണ്ട, മനസ്സിലാക്കിയിരുന്നാൽ മതി. ഞാൻ ക്ലാസ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഇത് ഇന്നതാണല്ലോ എന്നുള്ളത് ആലോചിച്ച് നിങ്ങളൊരു ബിസിനസ് നടത്താന്നുള്ളത് ആ ഒരു ഐഡിയയിൽ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാര്യം കത്തും. സ്വന്തമായിട്ട് ഇപ്പൊ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്, പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓണേഴ്സ് ആണ് നിങ്ങൾ എന്നുള്ള രീതിയിൽ പഠിക്കുക. അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്നത്, കാറിന്റെ ഒരു ബിസിനസ് നടത്തുന്നുണ്ട്, അച്ഛന് ബിസിനസ് ആണ്, അമ്മയ്ക്ക് ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഐഡിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ വെരി സിമ്പിൾ ആൻസർ ആണ്. നോക്കാം, ഇറ്റ് ഇസ് എബിലിറ്റി ടു യൂസ് ടൂൾസ്, പ്രൊസീജിയേഴ്സ് ഓർ ടെക്നിക്സ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ഫീൽഡ്. Technical skill is considered to be very crucial to the effective of lower level managers because they are in direct contact with the employees performing work activities within the firm. However, as one moves to higher levels of management within the organization, the importance of technical skill diminishes because the manager has less direct contact with the day-to-day problems and activities. മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ വരുന്നൊന്നുമില്ലല്ലോ? ഉറപ്പല്ലേ? രണ്ടാമത്തെ ഹ്യൂമൻ സ്കിൽസ്. ഇറ്റ് ഇസ് ദ എബിലിറ്റി ടു വർക്ക് വിത്ത്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് മോട്ടിവേറ്റ് അതർ പീപ്പിൾ. This skill is essential at every level of management within the organization, but is particularly important at lower levels of management where the supervisor has frequent contact with the operating person. മൂന്നാമത്തെ conceptual skill. It is the mental ability to coordinate and integrate the organization's interests and activities. It refers to the ability to see the big picture, to understand how a change in any given part can affect the whole organization. അതായത് വിഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. പ്ലാൻ നമ്മളിപ്പം കുറെ കഴിഞ്ഞിട്ട് 5 വർഷത്തിന് ശേഷം എന്താണ് ഒരു വലിയ പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ പിക്ചറിൽ എന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും അതിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ആ കൺസെപ്റ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കൺസെപ്റ്റ് സ്കില്ലിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം.
ഇനി നോക്കുക, ഇത് കൂടാതെ ഈ 3 മെയിൻ സ്കില്ലുകൾ കൂടാതെ ഒരു 2 സ്കില്ല് കൂടി ജസ്റ്റ് ആൾക്കാർ തിങ്കേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ഡിസൈൻ സ്കില്ല് എന്ന് പറയുന്ന സ്കില്ല്. ഡിസൈൻ സ്കില്ല്, ഈ ഡിസൈൻ സ്കില്ല് ആഡ് ചെയ്തത് കൂൺസ് ആൻഡ് വെൽറിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ്. രണ്ടുപേര് കൂടിയിട്ടുള്ള അവർ രണ്ടുപേരും കൂടി ഡിസൈൻ ചെയ്തതാണ് ഡിസൈൻ സ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താണ് ഡിസൈൻ സ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഡിസൈൻ ഉണ്ടാക്കണം, വേണ്ടേ? ഇപ്പൊ ഭയങ്കര പ്രശ്നമായി, ഇപ്പൊ എന്താണ് ആപ്പ് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആപ്പ് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ അടുത്ത ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കണമല്ലോ, അതിനെന്തെങ്കിലും ഒരു ഡിസൈൻ നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസൈൻ സ്കിൽ എന്ന് പറയുന്നത്. Design skill is the ability to solve problems in ways that will help the organization. At higher levels, managers should be able to do more than the see problem to design a workable solution to a problem in the light of reality they face. If managers merely see a problem and become problem watchers, they will fail. കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമല്ലല്ലോ അവരുടെ ജോലി. അല്ലെങ്കിൽ പ്രശ്നം വരുമ്പോൾ ഞാൻ ഇട്ടുകൊണ്ട് ഓടുക എന്നുള്ളതല്ലല്ലോ ഒരു മാനേജറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ജോലി. അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണ്ടേ? ആ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ ഡിസൈൻ സ്കില്ല് ഉള്ള മാനേജറിന് പറ്റുള്ളൂ. മനസ്സിലായ? ഇനി 5ാമത്തെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് സ്കില്ല്. അത് പ്രൊഫസർ പരീഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് 1981 ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കില്ലാണ്. നമുക്ക് ഇത് രണ്ടെണ്ണം അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് മനസ്സിലാക്കി മാത്രം ഇരുന്നാൽ മതി. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് സ്കിൽ ഒരു മാനേജേഴ്സിന് വേണ്ട കഴിവുകൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ച് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ്. 8 കീ ഫങ്ഷൻസ് ആണ്, അല്ലെങ്കിൽ 8 കീ റോൾസ് ആണ് ഈ പറഞ്ഞ പ്രൊഫസർ പരീഖ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് പറഞ്ഞു തന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഐഡന്റിറ്റി ക്രിയേറ്റിംഗ് റോൾ എന്നുള്ളതാണ്. ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബ്രാൻഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു ബ്രാൻഡിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയില്ലേ. ഇപ്പൊ കുറെ ആൾക്കാര് ഒരാളുടെ പേരിൽ അത് അറിയപ്പെടുന്നതിനേക്കാൾ ഇപ്പൊ ഇവിടെ നീതൂസ് അക്കാദമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അക്കാദമി ഉണ്ട്. ആ നീതൂസ് അക്കാദമി എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരിലല്ലേ നിൽക്കുന്നത്, അതിന്റെ മാനേജറാണ് അതിന്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ നീതൂസ് എന്ന് പറയുന്ന ആ ഒരു പേരിൽ തന്നെ അതിന്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഐഡന്റിറ്റി ക്രിയേറ്റിംഗ് റോൾ എന്ന് പറയുന്നത്. ഇനി 2ാമത്തെ എനേബിളിംഗ് റോൾ. എനേബിളിംഗ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനങ്ങൾ എങ്ങനെയെങ്കിലും ബാക്കിയുള്ള സാധനങ്ങൾ അത് കോർഡിനേറ്റ് ചെയ്ത് അരതി ഉറങ്ങണം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ പരമാവധി സംഘടിപ്പിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ എത്തിക്കുക എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള മാനേജേഴ്സിന്റെ ഒരു റോളാണ് എനേബിളിംഗ് റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് സിനർജൈസിങ് റോൾ എന്ന് പറഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊരു ഗ്രൂപ്പ് ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്യാതെ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് പറയുന്നത് സിംഗിൾ ആയിട്ട് ഇരുന്ന് പഠിക്കാനൊക്കെ എഫക്റ്റീവ് ആണ് കമ്പൈൻ സ്റ്റഡി എന്ന് പറയില്ലേ? കേട്ടിട്ടില്ലേ? ശരി, അപ്പൊ ഓക്കെ, അപ്പൊ കമ്പൈൻ സ്റ്റഡിക്ക് വെറുതെ വന്ന് ഇരുന്നാൽ പോരാ, പഠിക്കൂടി വേണം, നല്ല എന്തെങ്കിലുമൊക്കെ നടക്കുന്ന വേണ്ടി ആവുള്ളൂ. അല്ലെങ്കിൽ കമ്പൈൻ സ്റ്റഡി എഫക്റ്റീവ് ഒന്നുമല്ല. ഓക്കെ, അപ്പൊ ഒരുപാട് 10 പേര് കൂടി ഇരുന്ന് കമ്പൈൻ സ്റ്റഡി ചെയ്യണോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ആകെ 2-3 പേര് ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് രണ്ടുപേരും പരസ്പരം ആ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരുമിച്ച് ഉള്ള രീതിയിൽ വർക്ക് ചെയ്യുക എന്നാലേ കിട്ടുള്ളൂ. സിനർജൈസിംഗ് റോൾ എന്ന് പറഞ്ഞാൽ പാർട്ടായിട്ട് വർക്ക് ചെയ്യാതെ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ്. ഇനി ബാലൻസിങ് റോൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മൊത്തം ബാലൻസ് ചെയ്ത് മീഡിയേറ്റർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ബാലൻസിങ് റോൾ എന്ന് പറയുന്നത്. ഇനി ലിങ്കേജ് ബിൽഡിംഗ് റോൾ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവലും ബോട്ടം ലെവലും തമ്മിലുള്ള ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും ഈ പറഞ്ഞ മാനേജേഴ്സിന്റെ റോളാണ് എന്ന് പറയും. ഇനി അതേപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് റോൾ, ഭാവി മുൻനിർത്തി കണ്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചെടുക്കലാണ് പ്രധാനമായിട്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ PSCയുടെ ട്രെൻഡ് കൂടാൻ പോവാണെന്ന് ഞാൻ പറയാം. കാര്യം അമേരിക്കയിൽ ഈ ജൂണിൽ മാത്രം എത്ര പേരെ 33,000 പേരെ ജൂണിൽ മാത്രം പിരിച്ചുവിട്ടിട്ടുണ്ട്. അമേരിക്കയിൽ മാത്രം ജൂൺ മാസത്തിൽ മാത്രം. ഓക്കെ, ആ 33,000-ൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 60% ഇന്ത്യൻസ് ആയിരിക്കും, ഉറപ്പാണ്. അതായത് 60% ഇന്ത്യൻസിൽ തന്നെ 50% മലയാളികളായിരിക്കും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന കാര്യം ഇവര് ഒക്കെ പോയി കഴിഞ്ഞ് ജൂൺ മാസം തന്നെ 33,000 പേരാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ എങ്ങനെയായി കഴിഞ്ഞാലും അതിനേക്കാളും കൂടുതലുണ്ടാവും. 3 ലക്ഷം 4 ലക്ഷം പേരെ എങ്ങനെയായാലും പറഞ്ഞുവിടാനുള്ളതാണ്. ഒരു കമ്പനി, ഒറ്റ കമ്പനി തന്നെ ഇത്രയും പേരെ ഓഫ് ചെയ്ത് കളഞ്ഞു കഴിയുമ്പോൾ
കേരള PSC ഈ പറഞ്ഞു പോയിട്ടുള്ള മലയാളികളൊക്കെ തിരിച്ചെന്ത് വരും, നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ, വേറെ പണിയൊന്നും അവർക്കില്ലെങ്കിൽ എങ്ങനെയെങ്കിലും എഴുതിയൊരു ജോലി വാങ്ങിച്ചിട്ട് പിന്നെ ബിസിനസ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ ആയിരിക്കും ഇവര് ചെയ്യാം, അല്ലേ? സേഫ് ആക്കി ഇരിക്കുക, എന്നിട്ട് പിന്നെ ബാക്കിത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞ കാര്യം. ഇത് ചെയ്യുന്ന സമയത്ത് എന്തായി, കേരള PSC ഡിമാൻഡ് പിന്നെയും കൂടൂലേ, കോമ്പറ്റീഷൻ കൂടും. ഡിമാൻഡ് കൂടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കോമ്പറ്റീഷൻ എങ്കിലും കൂടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോഴേ പറയുന്നത്, നിങ്ങൾ ഇപ്പോഴേ പഠിച്ച് ജോലി വാങ്ങിച്ചോ, അല്ലെങ്കിൽ ഇനി വെച്ചുകൊണ്ടിരുന്നു. ഇനി അടുത്ത 2030 ആയി കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അറിയില്ല. 30 നിങ്ങൾ പോയേ ചെയ്യരുത്. അന്ന് PSC ഉണ്ടോ എന്താണ് എന്നുള്ളതൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. അപ്പോ ഫ്യൂച്ചറിസ്റ്റിക് റോളും മാനേജേഴ്സിന് ഉള്ളതാണ്. ഇനി പ്രൊവൈഡ് സൂപ്പർ ഓർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ നമ്മളെ ലോ ലെവലിലുള്ള ആൾക്കാർ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങളും ഈ കമ്പനിയുടെ ഇന്റഗ്രൽ പാർട്ടാണ്, ഇതിനു വേണ്ടിയിട്ട് ലക്ഷ്യങ്ങൾ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടി വർക്ക് ചെയ്ത് കാര്യങ്ങളെല്ലാം റെഡി ആക്കി വെക്കണം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങളും കൂടി പ്രയത്നിക്കണം എന്നുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതൊക്കെ ഈ മാനേജേഴ്സിന്റെ റോളായിട്ട് നമുക്ക് പറയാൻ പറ്റും. സൂപ്പർ ഓർഡിനേഷൻ, അതേപോലെ തന്നെ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുക. ഒരു മാനേജർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ആളെ പേടിച്ചിട്ടെങ്കിൽ ആൾക്കാർ വർക്ക് ചെയ്യും. ഇപ്പൊ എന്നെ പേടിച്ച് ഓൺലൈനിൽ കുറെ പേര് പരീക്ഷ എഴുതുന്നത്, അറ്റൻഡെങ്കിലും ചെയ്യുന്നത് എന്നെ പേടിച്ചിട്ടാ കുറെ പേര്. അത് ആ ഇമ്പാക്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാര്യം. ആളവിടെ ഉണ്ടെങ്കിൽ അയ്യോ സാറുണ്ടല്ലോ, സാറ് പേടിക്കും, ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വഴക്ക് കേൾക്കും എന്നുള്ള ഇത് ഉറപ്പാണ്. അതുകൊണ്ട് കുറെ പേരെങ്കിലും കാര്യങ്ങൾ ചെയ്യണവരുണ്ട്. ഇതാണ് ഇമ്പാക്ട് ഉണ്ടാക്കുക എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ സ്കിൽസ് ഓഫ് മാനേജേഴ്സിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ സ്കിൽസ് നോക്കിയാൽ മെയിൻ ആയിട്ടുള്ള 3 സ്കിൽസ് ഏതൊക്കെയാ? കൺസെപ്റ്റില്, ടെക്നിക്കല്, ഹ്യൂമൻ സ്കില്ല്. ഇത് 3 ക്ലാസിഫിക്കേഷൻ കൊടുത്തത് ആരാ? കാറ്റ്സ്, റോബർട്ടൽ റോബർട്ടൽ കാറ്റ്സ്, കാറ്റ്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ഇത് കൊടുത്തത് ആരാ? കൂൺസ് ആൻഡ് വെയിൽഹർ. ഓക്കെ, അവര് ആ 2 പേര് പിന്നെ 2 ഇതും കൂടി കൊടുത്തു. അതേതൊക്കെയാ? ഒന്ന് ഡിസൈൻ സ്കില്ല്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് സ്കില്ല് പ്രൊഫസർ പരീഖിന്റെയാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് സ്കില്ല്, ഒരു സ്ഥാപനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട സ്കില്ലുകൾ. അതാണ് പ്രൊഫസർ പരീഖ് പറഞ്ഞത്. 8 സ്കിൽസ് ആണ് പുള്ളി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഉള്ളതാണ് ഐഡന്റിറ്റി ക്രിയേറ്റിംഗ് റോള്, എനേബിളിംഗ് റോള്, സിനാർജൈസിംഗ് റോള്, ബാലൻസിംഗ് റോള്, ലിങ്കേജ് ബിൽഡിംഗ് റോള്, ഫ്യൂച്ചറിസ്റ്റിക് റോള്, പ്രൊവൈഡിംഗ് സൂപ്പർ ഓർഡിനേഷൻ, ക്രിയേറ്റിംഗ് ആൻ ഇമ്പാക്ട്. മനസ്സിലായോടാ ഇത്രയും സ്കിൽസ് ഓഫ് മാനേജർ? ഒന്ന് വായിച്ചു നോക്കി. ഞാൻ സ്ലൈഡ് ഇട്ടുതരാം, ഓൺലൈനിൽ ഞാൻ സ്ലൈഡ് ഇട്ടുതരാം കേട്ടോ. ഓൺലൈനിൽ ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരു 3 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കി പെട്ടെന്ന്. സ്കിൽസ് ഓഫ് മാനേജേഴ്സ് ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയണേ.
വായിച്ചോ? കഴിഞ്ഞില്ല. സൂപ്പർ ഓർഡിനേഷൻ എന്നാണ്. കഴിഞ്ഞോ? ഓൺലൈൻ കഴിഞ്ഞോ? ഓൺലൈൻ കുട്ടികളെ കഴിഞ്ഞോ? സൂപ്പർ ഓർഡിനേഷൻ ഒന്നുകൂടെ പറയാവോ? നോക്കാം. The chief executive must be able to create a sense of pride and importance in subordinates, making them feel that they are working in very important field of work which is very useful for the society. അതായത് ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളിപ്പോ പഠിച്ച് നല്ല നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ തരാണ്. മോട്ടിവേഷൻ, അതിനാണ് ഈ സൂപ്പർ ഓർഡിനേഷൻ എന്ന് പറയുന്നത്. മാനേജേഴ്സ് അവരുടെ സബോർഡിനേറ്റ്സിന് കൊടുക്കുന്ന ഒരു മോട്ടിവേഷനെയാണ് നമ്മൾ സൂപ്പർ ഓർഡിനേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ പറയും അവര്? എടാ നിങ്ങളാണ് സൂപ്പർ, നാളെ നിങ്ങൾ ഈ സർവീസ് എഴുതിയെടുത്തിട്ട് വേണം നിങ്ങൾ അവിടെ ചെന്ന് സൊസൈറ്റിനെ നന്നാക്കാനുള്ളതാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഈ പഠിക്കുന്ന RT ആക്ട്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളതും അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലാത്തവർക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് അവർക്ക് എന്താണ് ഇമ്പ്രൂവ്മെന്റ്, ലൈഫിൽ ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളതാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പരിപാടി ഇല്ലേ? ആ പരിപാടി ഈ മാനേജേഴ്സ് ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങൾ തോറ്റത് ഒരു തോൽവിയായിട്ട് നിങ്ങൾ കാണണ്ട, അടുത്ത പരീക്ഷയ്ക്ക് ഇനിയും പഠിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ കൊടുത്ത് അവരുടെ ഒപ്പം ചേർത്ത് നിർത്തി അവരെ കൂടെ കൊണ്ടുപോകുക എന്നുള്ളത് മാനേജേഴ്സിന്റെ റോളാണ്. അതാണ് സൂപ്പർ ഓർഡിനേഷൻ എന്ന് പറയുന്നത്. ശരി, എന്നിട്ട് ചേട്ടൻ സൂപ്പറാണ്. മാനേജർ ചേട്ടൻ സൂപ്പറാണ്. മഹേഷിന്റെ പ്രതികാരത്തിലെ ചേട്ടൻ സൂപ്പറാണ്. ശരി, അടുത്ത ടോപ്പിക്കാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് മാനേജർ എന്നുള്ളത്. നമ്മുടെ സിലബസിൽ ഇത് ഡയറക്ട്ലി മെൻഷൻഡ് ആണ്. ഓക്കെ, എവിടെയാണ്? നമ്മുടെ മൊഡ്യൂൾ 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിലെ സെക്കൻഡ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാനേജ്മെന്റ് ഫങ്ഷൻസ് എന്നുള്ള ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോ എടുത്തു തീർത്ത്. അതായത് മാനേജ്മെന്റ് ഡെഫിനിഷൻ കഴിഞ്ഞു, ഇമ്പോർട്ടൻസ് കഴിഞ്ഞു, മാനേജ്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞു, മാനേജ്മെന്റ് റോൾസ് ആൻഡ് സ്കിൽസ്. ഇത്രയും ടോപ്പിക് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സിലബസിൽ. പറ പറ കഴിഞ്ഞില്ലേ? ഇനി ഉണ്ടോ പറയാൻ? പഠിച്ചു എന്നാണോ? പറ, എന്താ പ്രശ്നം? മനസ്സിലായില്ലേ? എടാ ഇത് ഇതേവരെ ഒന്നും കത്താത്ത ആരെങ്കിലും ഉണ്ടോ? മാനേജ്മെന്റും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും എല്ലാം വായിക്കുമ്പോൾ ഒരേപോലെ ഇരിക്കുന്നുണ്ട് എന്നാണ് ഓഫ്ലൈനിലെ പിള്ളേര് പറയുന്നത്. ഇതെന്താ അതിന്റെ വ്യത്യാസം ഇതുവരെ മനസ്സിലായില്ല. ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്നലത്തെ ടോപ്പിക്കിന്റെ നില കാണിച്ചിട്ടില്ലേ? അത് ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടായാ
ഇന്നലെ ക്ലാസ്സിലുണ്ടായ ക്വസ്റ്റ്യൻസ് കണ്ടിരുന്ന എന്തുവാ സിലബസ് അല്ല. എടാ ആരെങ്കിലും ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാകാത്തുണ്ടോ? എല്ലാം ഒരേപോലെ ഇരിക്കുന്നു. 10 മാർക്കിനുള്ളതാ. ഭയങ്കര പഠിച്ച് അത് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ അല്ലേ ഇത്? ഡെഫിനിഷൻസ് മാത്രമല്ലേ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. ആ ആ ഒന്നാമത്തെ എന്തായിരുന്നു? അങ്ങനെയൊക്കെ ഉണ്ടാവുന്നേ. ക്രിയേറ്റിംഗ് ആൻഡ് ഇമ്പാക്റ്റോ? അതാണോ? ക്രിയേറ്റിംഗ് ഇമ്പാക്റ്റും പിന്നെന്തുവാണ്? ഐഡന്റിറ്റി ക്രിയേറ്റിംഗ് റോള്. എടാ ഐഡന്റിറ്റി ക്രിയേറ്റിംഗ് റോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടാക്കാം. അത് ഇമ്പാക്ട് ഉണ്ടാക്കിയില്ലയോ എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല. അങ്ങനെ എടുക്കാൻ പാടില്ലേ? ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാ. ഒരു ഐഡന്റിറ്റി മാത്രമാണ്. എന്താ പറയാ, ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു നമുക്ക്, ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് അറിയപ്പെടുന്ന ഒരാൾ. ആരാണ്? മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് അയാളൊരു ഐഡന്റിറ്റി അല്ലേ? അയാൾ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റും? ഇമ്പാക്ട് ഉണ്ടാക്കിയ നരേന്ദ്രമോദി അല്ലേ? എടാ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നുള്ളൊരു ഐഡന്റിറ്റി അയാൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മൻമോഹൻ സിംഗ് എന്നുള്ളത്. പേര് തന്നെ പറഞ്ഞു ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ. രാജ്യസഭയിൽ നിന്നാണ് പ്രൈം മിനിസ്റ്റർ ആയി. എങ്ങനെയോ സോണിയാഗാന്ധി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് പ്രവർത്തിച്ച ഒരാൾ എന്നുള്ളൊരു ഐഡന്റിറ്റി മാത്രമേ അയാൾക്കുള്ളൂ. അല്ലാതെ അയാൾ വേറെ ലെവലാണ്, അത് വേറെ കാര്യം. പക്ഷെ ടോട്ടൽ കണ്ടക്സ്റ്റിൽ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ട് നമ്മൾ അറിയുന്നത് ഈ പറയുന്ന മൻമോഹൻ സിംഗ് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഒറ്റയടിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും പറയാനുണ്ടോ? ഇല്ല. മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി മാത്രമാണ്. നേരെ മറിച്ച് നരേന്ദ്രമോദി എന്നുള്ള ആള് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുക. ഇയാള് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോശമാണെങ്കിലും നല്ലതാണെങ്കിലും അയാളെ ഇമ്പാക്റ്റ് ആണ് ഇപ്പൊ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വരുന്നതും ഡിമോണിറ്റൈസേഷന്റെ മണ്ടത്തരങ്ങളും ഇതൊക്കെ ഇങ്ങേര് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ്. ഒരു കാര്യം തെറ്റായിട്ട് കഴിഞ്ഞാൽ ആ തെറ്റായിട്ടുള്ള ഇമ്പാക്റ്റ് അയാൾ ഉണ്ടാക്കി. ഒരാള് നല്ല കാര്യങ്ങൾ ചെയ്തെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് രണ്ടും മണ്ടത്തരം ചെയ്തിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദി. പക്ഷെ മൻമോഹൻ സിംഗിനെ എടുത്ത് നോക്കുന്ന സമയത്ത് അയാളൊരു ഐഡന്റിറ്റി ആണ്. അയാൾ ചെയ്ത് എന്തെങ്കിലും 10-12 വർഷമായി, എന്നാലും അയാൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു. സോണിയാഗാന്ധി എന്ത് പറഞ്ഞു അയാൾ എടുത്തിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല. ആ ഒരു സെയിം കാര്യം തന്നെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ അതിനകത്തേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ പ്രസിഡൻസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇമ്പാക്റ്റ് ഇല്ല, ഐഡന്റിറ്റി മാത്രമാണ്. ഇതാണ് ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? ഐഡന്റിറ്റി ഇമ്പാക്ട് രണ്ടുമാണ്. രണ്ടുമാണ്. അപ്പൊ അതിൽ നന്നായിട്ട് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക? മനസ്സിലായില്ലേ? അടുത്ത് പറഞ്ഞോട്ടെ? ഓക്കെ അല്ലേ? ഞാൻ ഇത്രയും പറഞ്ഞത് ഇന്ന് ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒന്നുമില്ല. ഭയങ്കര സിമ്പിൾ പോർഷൻസ് ആണ്. നിങ്ങൾക്ക് ഒന്നും ബൈ ഹാർട്ട് ചെയ്യാനില്ല. ആ കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ആൻസേഴ്സ് ആണ് ഓപ്ഷനിൽ ഉണ്ടാവുള്ളൂ. അത് ആ ലെവലിൽ പഠിക്കുക, അത് ആലോചിക്കുക. അശ്വതി ഒരു ബിസിനസ് ചെയ്യാൻ പോവാണ്. എന്ത് ബിസിനസ് ആണ്ടേ? ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? ഒരു ഡേ കെയർ തുടങ്ങും. ഫുഡ് ഡേ കെയർ മീൻസ് പെറ്റ്സിന്റെ ഡേ കെയർ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തുടങ്ങും. അല്ലെങ്കിൽ ഫുഡിന്റെ ഒരു ബിസിനസ് തുടങ്ങാണ്. അശ്വതി അതിന്റെ മാനേജറാണ്. അശ്വതി എന്തൊക്കെ ഫങ്ഷൻസ് ചെയ്യണം എന്നുള്ളത്. ഞാനൊരു മാനേജറാണ്, ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാണ്, അല്ലെങ്കിൽ ഞാനൊരു ഫുഡിന്റെ ഞാൻ പറഞ്ഞില്ലേ അഡ്മിനിസ്ട്രേഷൻ ഈക്വൽ ടു മാനേജ്മെന്റ് എന്നുള്ള സംഭവം പഠിച്ചില്ലേ? അപ്പൊ ചില സമയത്ത് ഇപ്പൊ അശ്വതി മാത്രമേ ഉള്ളൂ, സ്റ്റാഫ് ഒന്നും ഇല്ല. ഒരു ഓർഗനൈസേഷൻ തുടങ്ങി, അശ്വതി മാത്രമാണ് അതിന്റെ സ്റ്റാഫ് ഉള്ളൂ. ഒരു 1 man ആർമിയാണ്. അശ്വതി തന്നെ അതിന്റെ ലോ ലെവലും മിഡിൽ ലെവലും ടോപ്പ് ലെവലും ഒക്കെ അശ്വതി തന്നെയല്ലേ? അപ്പൊ അശ്വതി തന്നെ അത് മാനേജ് ചെയ്യണ്ടേ? അശ്വതി തന്നെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യണ്ടേ? എല്ലാ കാര്യവും ചെയ്യാം. അപ്പൊ അശ്വതി എന്തൊക്കെ പരിപാടികൾ ചെയ്യും? ഒരു മാനേജറായിട്ട് നിന്ന് എനിക്ക് വേണ്ടിയിട്ട് ഈ ഫുഡ് നല്ലതാണെന്ന് പറഞ്ഞ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി നടക്കണം, നിങ്ങൾ കഴിക്കാൻ പറയണം. ഇതൊക്കെ ചെയ്യേണ്ട പരിപാടി ഒരാളാ ചെയ്യണ്ടേ?
ആ ഒരു കാര്യത്തിൽ നമ്മൾ അപ്പൊ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾക്ക് അതിന്റെ ഗസ് വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആകെ തിയറീസ് ഇല്ലേ ഓരോ തിങ്കേഴ്സ് പറഞ്ഞിട്ടില്ല, അത് മാത്രം ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ പോയാൽ മതി. അത് ഫുള്ള് ബൈഹാർട്ട് ചെയ്യേണ്ട. ആ കീവേഡ്സ് എഴുതിയൊരു നോട്ടാക്കി വെക്കുക, അത് റിവിഷൻ ചെയ്തിട്ട് പോവാ. ഓക്കെ, ഞാൻ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗിനെ പറഞ്ഞത് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല കേട്ടോ. അങ്ങേര് വേറെ ലെവല് മനുഷ്യനാണ്. പക്ഷെ അങ്ങേര് വേറെ ലെവല് മനുഷ്യനാണ്. പക്ഷെ പ്രൈം മിനിസ്റ്റർ ആയിപ്പോ അവിടെ പാർട്ടിയുടെ തീരുമാനങ്ങൾക്കായിരുന്നു മുൻതൂക്കം കൊടുക്കണ്ട. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ കണ്ടതാണ്. ഇപ്പൊ സോണിയാഗാന്ധി ഇറങ്ങി വരുന്നു. സോണിയാഗാന്ധി ഇറങ്ങി വരുമ്പോ ആൾക്കാർ മാലയിട്ട് സ്വീകരിച്ചിട്ട് മൻമോഹൻ സിംഗ് തൊട്ട് സൈഡിൽ നിൽക്കുക. മൻമോഹൻ സിംഗിന്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ആരും. സോണിയാഗാന്ധി ഭയങ്കര ഗമയില് പോകുന്നു. അപ്പൊ അതിനകത്ത് ക്യാപ്ഷൻ എഴുതിയേക്കുന്നതാണ്, ഇയാള് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന ആളാണ്, ഡമ്മി ആണ് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഐഡന്റിറ്റി. അത് ഐഡന്റിറ്റി ഇന്ത്യയുടെ എല്ലാം എന്ന് പറഞ്ഞിട്ട് പൗരരെല്ലാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നമാണ്. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫങ്ഷൻസ് ഓഫ് മാനേജർ. ഇത്ര നേരം നമ്മൾ പഠിച്ചത് സ്കിൽസ് ഓഫ് മാനേജർ. ഇനി ഫങ്ഷൻസ് ഓഫ് മാനേജർ ആണ്. ഇത് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ചോദ്യം വരുന്ന ടോപ്പിക്കാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഓരോ കാര്യങ്ങളും ഫങ്ഷൻസ് ഓഫ് മാനേജർ, എന്തൊക്കെയാണ് മാനേജർ ചെയ്യുന്ന ഫങ്ഷൻസ് എന്നുള്ളതാണ്. അതിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നോക്കാം, ആ സ്ലൈഡ് നോക്കി. മാനേജേഴ്സിന്റെ കുറച്ച് ഫങ്ഷൻസ്, സ്റ്റോണർ കൊടുത്ത ഡെഫിനിഷൻസ്. സ്റ്റോണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്, കല്ല് മനുഷ്യൻ. ഓക്കെ, വെറുതെ പറഞ്ഞാണ് കേട്ടോ. സ്റ്റോണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് താഴെ തന്നിരിക്കുന്ന ഫങ്ഷൻസിന് നോക്കുക. മാനേജേഴ്സ് വർക്ക് വിത്ത് ആൻഡ് ത്രൂ അതർ പീപ്പിൾസ്. ഇപ്പൊ അശ്വതി ഹോട്ടൽ തുടങ്ങാൻ പോവാണ്. അശ്വതിയാണ് അതിന്റെ ഒരേ ഒരാളുള്ളൂ. അപ്പൊ അശ്വതി തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. ഇനി ഒരു എംപ്ലോയിനെ കൊണ്ടുവന്നു. ആ എംപ്ലോയിക്ക് പണി അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഫുഡ് ഉണ്ടാക്കാൻ അറിയാത്ത കുക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അശ്വതി തന്നെ അത് കുക്ക് ചെയ്ത് കൊടുക്കണ്ടേ? അറ്റ്ലീസ്റ്റ് അരി കഴുകിയെങ്കിലും കൊടുക്കണ്ടേ? മാനേജർ എന്ന് പറയുന്ന ഒരാള് ആളുകളുടെ ഇടയിൽ കൂടെ നിന്നിട്ട് എന്ത് ചെയ്യണം? പണിയെടുക്കാനായിട്ട് ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ഈ മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള്. ഓക്കെ, അപ്പൊ അതാണ് ഈ പറഞ്ഞ സ്റ്റോണർ പറഞ്ഞ ഫസ്റ്റ് ഇത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാനേജേഴ്സ് ആർ മീഡിയേറ്റേഴ്സ് എന്നുള്ളതാണ്. അശ്വതി 2 സ്റ്റാഫിനെ വെച്ചു. പണി അറിയില്ലാത്ത 2 സ്റ്റാഫുകള്. ആ 2 സ്റ്റാഫുകൾ നമ്മൾ, ഒരാൾ പറയും ഭവാനിയമ്മ പോയി അരി അടപ്പത്തില്, മറ്റേ ആള് പോയി വെള്ളം തിളപ്പിക്കുകയും എന്ന് പറഞ്ഞ് ഇതാക്കി കഴിയുമ്പോ അശ്വതി ബാലാമണിയായിട്ടുള്ള അശ്വതി എന്ന് പറഞ്ഞിട്ട് എന്ത് പറയും? മക്കളെ നിങ്ങൾ രണ്ടുപേരും ഒച്ചപ്പാട് ഉണ്ടാക്കാണ്ടിരിക്കും, ഞാൻ ചെയ്തോളാം പണി എന്ന് പറഞ്ഞിട്ട് പോയി പണി ചെയ്യാം. അപ്പൊ ഇതാണ് മാനേജേഴ്സ് ആർ മീഡിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി മാനേജേഴ്സ് ആർ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇതേപോലെ തന്നെ വേറെ 2 ആൾക്കാർ അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നു. ഭക്ഷണം കഴിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഫുഡ് കൊള്ളൂല, ഞങ്ങൾ ഇതൊക്കെ എടുത്ത് യൂട്യൂബിൽ ഇടും. മറ്റേ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ ഉള്ള സീൻ, ഞാൻ സിനിമ കണ്ടില്ല, നല്ല എന്റെ സീൻസ് അവിടെ ഇവിടെ അടിച്ച് കണ്ടു കഥ മനസ്സിലാക്കിയതാണ്. ഓക്കെ, അപ്പോ ഒരു യൂട്യൂബിൽ വന്നിട്ട് ഇടാണ് ഇവിടുത്തെ ഫുഡ് ഒന്നിനും കൊള്ളൂല എന്ന് പറയാണ്. അപ്പൊ അശ്വതി എന്ത് ചെയ്യും? മോനെ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്താന്ന് വെച്ചാൽ ഫുഡ് മോനെ ഇവിടെ ആജീവനാന്തം ഫ്രീ എന്ന് പറഞ്ഞിട്ട് ആളുകളെ കയ്യിലെടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് അവർ ചെയ്യുന്ന പരിപാടി അതല്ലേ, പൊളിറ്റിക്സ് ചെയ്യുക എന്ന് പറയുന്നത്. അത് കയ്യിലെടുക്കുക, ആൾക്കാരെ പരസ്പരം ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അങ്ങനത്തെ ഒരു പരസ്പര കോർഡിനേഷൻ എന്ന് വെച്ചാൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡിപ്ലോമാറ്റ്സ്, നയതന്ത്രം. ഒരു കാര്യം ഇപ്പൊ ഒരു ദിവസത്തെ എന്തായി, കഞ്ഞിക്ക് വേവ് കൂടിപ്പോയി അല്ലെങ്കിൽ അരിക്ക് വേവ് കൂടിപ്പോയി. അപ്പൊ കഴിക്കാൻ വന്ന ആളുകളുടെ അടുത്ത് നൈസായിട്ട് എന്ന് പറയും, ഇത്തിരി വേവ് കൂടിപ്പോയിട്ടോ, അഡ്ജസ്റ്റ് ചെയ്യോ എന്നൊക്കെ ചോദിച്ച്, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളാക്കും, നിങ്ങൾ എന്ത് ഫുഡ് അവിടെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അച്ചാറിൽ ഉപ്പ് കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അപ്പൊ അത് നയതന്ത്രപരമായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് മാനേജേഴ്സിന്റെ ഇതാണ്. അതേപോലെ തന്നെ മാനേജേഴ്സ് സിമ്പിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു മാനേജർ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ തന്നെ റെപ്രസെന്റ് ചെയ്യുന്നു. ഒരു നല്ല മാനേജർ, ഇപ്പൊ ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞൊരു മോഹൻലാലിന്റെ മാനേജർ ഉണ്ട്. ആ ആള് നല്ല ആളായിരുന്നുകൊണ്ടാണ് മോഹൻലാലിന് ഇത്രയും ഒരു പുരോഗതി ഉള്ളത്. അപ്പൊ ഇന്ന് ആന്റണി പെരുമ്പാവൂരിന് ആളുകൾ അറിയുന്നത് എങ്ങനെയാണ്? മോഹൻലാലിന്റെ ഡ്രൈവർ എന്നുള്ള ആ ഒരു ഐഡന്റിറ്റി തന്നെയാണ് ഇപ്പോഴും അറിയുന്നത്. പക്ഷെ അയാൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വളർന്നില്ലേ? പ്രൊഡ്യൂസറായി, ആക്ടറായിട്ട് അഭിനയിക്കുന്നു. പണ്ട് തൊട്ടൊക്കെയുണ്ട് മോഹൻലാലിന്റെ സിനിമകളിലൊക്കെ അവിടെ എവിടെ നോക്കിയാൽ ചെറിയ ചെറിയ റോളുകളിലുണ്ട്. എന്നാലും നമ്മൾ പറയുന്നത് എന്താ? മോഹൻലാലിന്റെ മാനേജറാണ് ആന്റണി പെരുമ്പാവൂര്. അപ്പോ ആ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിയിൽ അത്രയധികം സ്വാധീനമുള്ള ഒരാളല്ലേ ഇത്. ആ മോഹൻലാൽ എന്ന ബ്രാൻഡിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞ മാനേജർ. അപ്പൊ ഒരു സിമ്പിൾ ആയിട്ടാണ് നാളെ നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ,
മനസ്സിലായല്ലോ അല്ലേ അത്? നമ്മൾ മെയിൻ ആയിട്ടുള്ള പരിപാടിയിലേക്ക് കടന്നിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ? സ്റ്റോണർ ഏതൊക്കെ രീതിയിലാണ് മാനേജേഴ്സിന്റെ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തെന്നുള്ളത്? ഓൺലൈൻ ഓക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ നോക്കാം. നമ്മളൊരു ഡെഫിനിഷൻ പഠിച്ചായിരുന്നു ഹെൻറി ഫയോളിന്റെ. എന്തായിരുന്നു? FPOCCC എന്ന് പറഞ്ഞില്ലേ? ഓർക്കണ്ടോ? ഫോർകാസ്റ്റ്, എഫ് പ്ലാൻ, ഓർഗനൈസ്, കൺട്രോൾ, കോർഡിനേറ്റ്, കമാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചില്ലേ? FPOCCC ഇത് പറഞ്ഞത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ ഹെൻറി ഫയോളാണ്. നമുക്ക് ഇത് കൂടാണ്ട് കുറച്ച് ഡെഫിനിഷൻസ് പഠിക്കാണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഡെഫിനിഷൻസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. ഇന്ന് തന്നെ ഓൾറെഡി പ്ലാനിങ്ങിന്റെ കുറച്ച് ഡെഫിനിഷൻസ് നമുക്ക് ഇന്ന് പഠിക്കാനുണ്ട് എക്സ്ട്രാ ആയിട്ട്. മാനേജ്മെന്റ് ഡെഫിനിഷൻ അല്ലാണ്ട് പ്ലാനിങ്ങിന്റെ ഡെഫിനിഷൻ ഉണ്ട്. അപ്പൊ ഇന്ന് തൽക്കാലം ഡെഫിനിഷൻസിന് ഒരു ബ്രേക്ക്. അറിയാണ്ട് വിട്ടതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനത് പറയാണ്ടിരുന്നത്. ഇവിടെ നോക്കിയേ, പിക്ചറിൽ നോക്കിയേ, ക്ലാസിഫിക്കേഷൻസ് ഗിവൺ ബൈ ഹെൻറി ഫയോൾ. പിക്കണ്ട അതിൽ ഫോർകാസ്റ്റ് എന്നുള്ളൊരു കാര്യം കൊടുത്തിട്ടില്ല. ബാക്കിയുള്ള ഫംഗ്ഷൻസിനെയാണ് പുള്ളിയുടെ ഫംഗ്ഷൻസ് ആയിട്ട് ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ് ആൻഡ് കമാൻഡിങ്. ഹെൻറി ഫയോൾ കൊടുത്ത ഫംഗ്ഷൻസ് ഓഫ് മാനേജർ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. FPOCCC പുള്ളിയുടെ ഡെഫിനിഷനിലും ബാക്കി ഫംഗ്ഷൻസിന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളി ഈ എഫ് എന്നുള്ളത് രണ്ടിനും കൂടി കൊടുത്തത്. ഫോർകാസ്റ്റ് ഓർ പ്ലാൻ എന്നുള്ള കാര്യത്തിലാണ് പുള്ളി അത് കൊടുത്തത്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. FPOCCC എന്ന് പറഞ്ഞ ഹെൻറി ഫയോളിന്റെ ഡെഫിനിഷനിൽ വരുന്ന കാര്യമാണ്. ഇവിടെ ഫംഗ്ഷൻസ് ഓഫ് മാനേജർ ഹെൻറി ഫയോൾ കൊടുത്ത സമയത്ത് ഈ എഫും പിയും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് അയാൾ ഒറ്റ കാര്യമായിട്ട് പ്ലാനിങ് എന്നുള്ള രീതി കൊടുത്തു. ഓക്കെ, പ്ലാനിങ് എന്നുള്ളതിനകത്ത് കൊടുത്തു. O എന്ന് പറഞ്ഞ ഓർഗനൈസിങ്, C കോർഡിനേറ്റിംഗ്, C കൺട്രോളിങ്, C കമാൻഡിങ്. മറന്നു പോരുത് കേട്ടോ. FPOCCC എന്നുള്ളതാണ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആസ് പെർ ആര്? ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ കൊടുത്ത ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഇതാണ്. ഇനി ഇങ്ങനെ കൂടാണ്ട് അടുത്ത ആളാണ് ലൂതർ ഗള്ളിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള്. ഓക്കെ, അപ്പൊ FPOCCC മറന്നു പോരുത്, ഹെൻറി ഫയോൾ. ഇനി ക്ലാസിഫിക്കേഷൻസ് ബൈ ലൂതർ ഗള്ളിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള്. ലൂതർ ഗള്ളിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് ഫംഗ്ഷൻസ് ഓഫ് മാനേജർ കൊടുത്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക്. POSDCORP, പോസ്റ്റ് കോർപ്പ്. ഒരുമിച്ച് വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ വായിക്കാം, പോസ്റ്റ് കോർപ്പ് എന്നാണ്. പോസ്റ്റ് കോർപ്പ്, POSDCORP. ആ CO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. P പ്ലാനിങ്, O ഓർഗനൈസിങ്, S സ്റ്റാഫിംഗ്, D ഡയറക്റ്റിംഗ്, C കോർഡിനേറ്റിംഗ്, അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ടിങ്ങും ബഡ്ജറ്റിങ്ങും. ഈ രണ്ട് ഫംഗ്ഷൻസ് അത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിലബസിലുള്ളത് ഏതൊക്കെയാ? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഈ അഞ്ചെണ്ണം നമുക്ക് കൺട്രോളിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ആണ്. ഓക്കെ, അവിടെ നിൽക്ക്, കോർഡിനേറ്റിംഗ് അവിടെ നിൽക്കട്ടെ, നമുക്കൊന്നുകൂടി നോക്കാനുണ്ട്. ഇവിടെ നിൽക്കട്ടെ. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്റ്റിംഗ്, ഈ നാലെണ്ണം എന്തായാലും ഉണ്ട്. പിന്നെ ബാക്കി പുള്ളി പറഞ്ഞാണ് കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. നമുക്ക് ഇവിടെ കോർഡിനേറ്റിംഗ് മാറ്റി നമുക്ക് സിലബസിലുള്ള ഏതാ? കൺട്രോളിംഗ് ആണ്. അത് വേറെ ആൾക്കാർ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ആണ്. അതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ട് പഠിക്കാനുള്ളത്. പക്ഷെ ഇവരുടെ ഫംഗ്ഷൻസ് ഓഫ് മാനേജർ ഏതൊക്കെയാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്നുള്ളതും പഠിക്കാനുള്ളതാണ്. അപ്പോ FPOCCC ഹെൻറി ഫയോളിന്റെ, ലൂതർ ഗള്ളിക്കിന്റെ പോസ്റ്റ് കോർപ്പ്, POSDCORP, P പ്ലാനിംഗ്, O ഓർഗനൈസിംഗ്, S സ്റ്റാഫിംഗ്, D ഡയറക്റ്റിംഗ്, C കോർഡിനേറ്റിംഗ്, R റിപ്പോർട്ടിംഗ് ആൻഡ് B ബഡ്ജറ്റിംഗ്. ഓക്കെ, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് ആണ് ബാക്കിയുള്ളതിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ കയറി വന്നേക്കുന്നത്. പോസ്റ്റ് കോർപ്പ്. ഓക്കെ, ഇത് നോക്കുക. കൂൺസ് ആൻഡ് ഡോണൽ ഇവരാണ് ഇതിനെ ഒന്നും കൂടി ചെറുതാക്കിയിട്ട് പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോൾ എന്നുള്ള നമ്മൾക്ക് പഠിക്കാനുള്ള സാധനങ്ങളാക്കി മാറ്റിയത്. ഓക്കെ, അപ്പൊ ഈ തരത്തിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമായിട്ട് ഡെഫിനേഷൻ കൊടുത്ത ആരാന്ന് വെച്ചാൽ കൂൺസ് ആൻഡ് ഡോണൽ ആണ്. ഓക്കെ, കൂൺസ് ആൻഡ് ഡോണൽ അതാ നോക്കി നമ്മുടെ സിലബസിൽ പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് പ്ലാനിങ് തുടങ്ങുള്ളൂ, തീരൂല. ഓക്കെ, അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡെപ്ത് ആയിട്ട് എടുത്ത് വെച്ച് പഠിക്കാനുണ്ടെന്ന് ഓരോ കാര്യങ്ങളും. കാരണം സിലബസിൽ മെൻഷൻഡ് ആണ് ഇത്രയും കാര്യങ്ങൾ. പ്ലാനിങ് എന്താണെന്നുള്ളത് എടുത്ത് ചോദിച്ചിട്ടുണ്ട്, കൺട്രോളിംഗ് എന്താണെന്നുള്ളത് എടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഡയറക്റ്റിംഗ് എന്താണെന്നുള്ളത് എടുത്ത് ചോദിച്ചിട്ടുണ്ട്, കൺട്രോളിംഗ് എന്താണെന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വിദ്യാർത്ഥികളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊന്നും പഠിക്കാനൊന്നുമില്ല.
കേട്ടിരിക്കുക എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷെ മനസ്സിലാക്കിയിരിക്കണം എന്താണ് അതിന്റെ കൺസെപ്റ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഒരു പ്രാവശ്യം കൂടി ഫങ്ഷൻസ് ഓഫ് മാനേജർ നോക്കുക. ആരൊക്കെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ കൊടുത്തതെന്നുള്ളത് സ്റ്റോണർ കൊടുത്തിട്ടുണ്ട്. സ്റ്റോണർ ക്ലാസിഫിക്കേഷൻ കൊടുത്തു. എന്താ മാനേജർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ കൂടെ കയറി വർക്ക് ചെയ്യുന്ന ഒരാളാണ് മാനേജർ. ഡെഫിനിഷൻസ് പോലത്തെ ഒരു കുറച്ച് കാര്യങ്ങളാണ്. അതേപോലെ തന്നെ മീഡിയേറ്റേഴ്സ് ആണ്, പൊളിറ്റീഷ്യൻസ് ആണ്, ഡിപ്ലോമാറ്റ്സ് ആണ്, സിംബൽസ് ആണ് എന്നൊക്കെയാണ് ഈ പറയുന്ന സ്റ്റോണർ കൊടുത്തത്. ഇനി ഹെൻറി ഫോയോൾ കൊടുത്തത് FPO CCC. അതായത് എഫും പിയും കൂടി ഈക്വൽ ആയിട്ട് ഒരുമിച്ചാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, കമാൻഡിങ് ആൻഡ് കൺട്രോളിങ്. ഓക്കെ, ഇനി അടുത്തത് ലൂതർ ഗള്ളിക്കിന്റെ ഡെഫിനിഷൻ പോസ്റ്റ് കോർപ്പസ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് എന്നുള്ള 2 കാര്യം കൂടി എക്സ്ട്രാ അയാളും കയറ്റി വന്നിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് കൂൺസ് ആൻഡ് ഡോണലിന്റെ പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ്. ഇനി നോക്കുക POSDC. ഇത്രയാണ് നമുക്കുള്ളത്. POSDC. ഓക്കെ, മറ്റേത് POS പോസ്റ്റ് കോർപ്പസ്, CORD. ഓക്കെ, അപ്പൊ ഇതും കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ സിലബസ് പകുതി കഴിഞ്ഞു. എന്താ പഠിച്ചെന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കുക. നോക്കുക അടുത്ത സ്ലൈഡ്. മൊത്തത്തില് എല്ലാവരും പറഞ്ഞ കാര്യങ്ങളും പക്ഷെ അങ്ങനെ അതിന്റെ ഡെഫിനിഷൻ ആയിട്ടല്ല. ഇപ്പൊ കൂൺസ് ഡോണൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ ഓരോരോ കാര്യങ്ങൾ പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് അവരും ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഹെൻറി ഫോയോൾ പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൂടി കൂട്ടിയിട്ട് നമുക്ക് മൊത്തത്തിലാണ് പ്ലാനിങ്ങിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ബിസിനസ് തുടങ്ങണം. ചായക്കടയിൽ മുമ്പിൽ ചായ കുടിക്കാതിരിക്കാണ്. ഇതേപോലെ ഞാൻ വശം ചായ കുടിക്കാതിരിക്കാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, എടാ നമുക്കൊരു പുതിയൊരു ബിസിനസ് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി എന്ത് ബിസിനസ് തുടങ്ങണതിന് മുമ്പ് പ്ലാൻ ചെയ്യും. അതായത് ടൂർ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഏറ്റവും ഫസ്റ്റ് പ്ലാൻ ചെയ്യും. പ്ലാനിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന മാനേജ്മെന്റ് ഫംഗ്ഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് മനസ്സിലായല്ലോ. ഏറ്റവും ആദ്യം പ്രൈമറി ടാസ്ക് ആണ് ഈ പറയുന്ന പ്ലാനിങ് എന്നുള്ളത് മനസ്സിലായല്ലോ. പ്ലാനിങ് ഒക്കെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, മൊത്തം പാളിപ്പോവും ബിസിനസ്. അതാണ് അതിന്റെ പ്രശ്നം. പ്ലാനിങ് കറക്റ്റ് ആയിരിക്കണം. പ്ലാനിങ് കറക്റ്റ് ആക്കി അത് എക്സിക്യൂട്ട് ചെയ്യണതിലാണ് നമ്മുടെ ബിസിനസ്സിന്റെ സക്സസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. നോക്കുക, പ്ലാനിങ് ഇസ് ഇനീഷ്യൽ ടാസ്ക് ഓഫ് എവരി മാനേജ്മെന്റ്. ഏതൊരു പരിപാടി, ഏതൊരു മാനേജ്മെന്റിന്റെയും ഏറ്റവും ഇനീഷ്യൽ ആയിട്ടുള്ള ടാസ്ക് കണ്ടില്ലേ സ്ലൈഡ്? ഓക്കെ, ഏറ്റവും ഇനീഷ്യൽ ആയിട്ടുള്ള പരിപാടിയാണ് ഈ പറയുന്ന മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദിസ് ആക്ട് ഓഫ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു ആൻഡ് ഹൂ വിൽ ഡു ദ പർട്ടിക്കുലർ ജോബ്. ആര് ചെയ്യും, എപ്പോ ചെയ്യും, എങ്ങനെ ചെയ്യും, എന്തിനു ചെയ്യും എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും കുറിച്ചിട്ടും ആലോചിക്കുന്ന തിങ്കിങ് പരിപാടിയാണ് എന്ത്, പ്ലാനിങ് എന്ന് പറയുന്നത്. ബിസിനസ് ചെയ്യാനായിട്ട് പോവാണ്. ചായക്കടയിൽ ആര് ചായ അടിക്കും, ആരത് സെർവ് ചെയ്യും, ആര് കൊണ്ടുപോയി കൊടുക്കും, ആരതിനു വേണ്ടിയിട്ട് പ്രൊമോഷൻ ചെയ്യും, ആര് ചായ കുടിക്കാൻ വിളിക്കും, ഇനാഗ്രേഷൻ ചെയ്യാൻ ആരെങ്കിലും വേണമല്ലോ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മാനേജർ വേണം. ആ മാനേജർ ചെയ്യുന്നതിന്റെ ഏറ്റവും ഫസ്റ്റ് പരിപാടിയാണ് പ്ലാനിങ് എന്നുള്ളത്. ഇപ്പൊ നമ്മളാണ് മാനേജർ എങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും ഫസ്റ്റ് പരിപാടിയാണ് പ്ലാനിങ് എന്നുള്ളത്. പ്ലാനിങ് ഇസ് എ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. പ്ലാൻ പണി ചെയ്താ എന്നൊക്കെ പറയില്ലേ, എല്ലാ പ്ലാനും പോയി. അടുത്ത പ്ലാൻ എന്താ, അടുത്ത വീണ്ടും പ്ലാൻ ചെയ്യും. ഓക്കെ, അപ്പോ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ആ ഒരു തിങ്കിങ് പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാനിങ്. വീട് വെക്കണം, പ്ലാൻ വരയ്ക്കണ്ടേ ഏറ്റവും ഫസ്റ്റ്, അതാണ് പ്ലാൻ. അടുത്ത് കുറച്ച് ഡെഫിനേഷൻസ് ഇതിനകത്ത് പഠിക്കാനുണ്ട്, കുറച്ച് പണിയുള്ള പരിപാടി. നോക്കിയേ പീറ്റർ ഓഫ് ഡ്രക്കറുടെ ഏതായിരുന്നു പീറ്റർ ഓഫ് ഡ്രക്കർ? ജനറൽ മാനേജറിന്റെ ആരാണ്? സയന്റിഫിക് മാനേജർ ആരാ? നോക്കാം,
ഇത് ഇമ്പോർട്ടന്റ് ആണ്. പീറ്റർ എഫ് ഡക്കറുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് മുകളിൽ കിടക്കുന്നത്. നോക്കാം. പ്ലാനിങ് ഈസ് നോട്ട് മാസ്റ്റർ മൈൻഡിങ് ദ ഫ്യൂച്ചർ. എനി അറ്റംപ്റ്റ് ടു ഡു സോ ഈസ് foolish. Human beings can neither predict nor control the future. To try to mastermind the future is childish. ഈ പ്ലാൻ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഫ്യൂച്ചറിനെ തോൽപ്പിക്കുക എന്നുള്ള ഒരു രീതിക്കല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫ്യൂച്ചറിനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അതിനെ മാസ്റ്റർ മൈൻഡ് ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശം. നമുക്ക് വേണ്ട ആക്ടിവിറ്റീസ് ചെയ്ത് ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിന് അനുസൃതമായിട്ട് നമ്മുടെ പ്ലാൻ മാറ്റേണ്ടതും വരും. അങ്ങനെ ഫ്യൂച്ചറിനെ മാസ്റ്റർ മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ചൈൽഡിഷ്, കുട്ടികൾ ചെയ്യുന്ന പരിപാടിയാണെന്ന് പറയുന്നത്. ബാലിശമാണ് എന്നാണ് മലയാളത്തിൽ പറയാം. പീറ്റർ എഫ് ഡ്രക്കർ പറഞ്ഞ ഡെഫിനേഷൻ ആണ്. അവിടെ ആ ഒരു മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞിട്ട് നോട്ട് മാസ്റ്റർ മൈൻഡിങ് ദ ഫ്യൂച്ചർ എന്നുള്ളൊരു ചെറിയ നോട്ടാക്കി വെക്കുക. അത് പറഞ്ഞത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പീറ്റർ എഫ് ഡ്രക്കർ. പുള്ളി പറഞ്ഞ പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് കേട്ടാ. അത് കീവേഡ് ആക്കിയിട്ട് എടുത്തു വെച്ചോളണം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എളുപ്പത്തിന് മാർക്ക് കിട്ടാനുള്ള പരിപാടി പറയുന്നു കേട്ടോ. നോട്ട് മാസ്റ്ററിങ് ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീറ്റർ എഫ് ഡ്രക്കർ. ഇത് സാധനം കാണും ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, അപ്പൊ അത് ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചിട്ട് ഈ ഒരു ടേം എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. എന്നിട്ട് അത് കുത്താം. പീറ്റർ എഫ് ഡ്രക്കർ കണ്ട കുത്താം. ഇനി രണ്ടാമത്തെ ഡെഫിനേഷൻ ആണ് കൂൺസ് ആൻഡ് ഡോണൽ. കൂൺസ് ആൻഡ് ഡോണൽ പറഞ്ഞത് പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു. It is a selection among alternatives of future course of action for enterprise as a whole and each department within it. Plan involve selecting an enterprise objective and determine the ways of achieving them. ഈ ലാസ്റ്റത്തെ ലൈൻ മാത്രം പഠിച്ചാൽ മതി. Plans involve selecting enterprise objectives and determining the ways of achieving them. എന്റർപ്രൈസിന്റെ ഒബ്ജക്റ്റീവുകളെ സെലക്ട് ചെയ്യുകയും അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്ലാനിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് ആരാണ്? കൂൺസ് ആൻഡ് ഡോണൽ. ഓക്കെ, കൂൺസ് ആൻഡ് ഡോണൽ. അപ്പൊ അതും നോട്ട് ചെയ്ത് എഴുതി വെക്കുക. ലാസ്റ്റത്തെ ലൈൻ ആയിരിക്കും മിക്കവാറും നിങ്ങൾക്ക് കാണാം. അതിന് മുമ്പുള്ള ചോദിക്കാനായിട്ട് ചാൻസ് ഇല്ല. പ്ലാനിങ് ഡിസൈഡിങ് അഡ്വാൻസ് വാട്ട് ടു ഡു എന്നല്ല ആയിരിക്കില്ല ചോദിക്കുക. പ്ലാൻസ് ഇൻവോൾവ് സെലക്ടിങ് എന്റർപ്രൈസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡിറ്റർമൈനിങ് വേസ് ഓഫ് അച്ചീവിംഗ് ദം എന്നായിരിക്കും ചോദ്യം വരും. ഇനി മേരി കുഷിംഗ് നൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരിയുടെ നോക്കാം. In the words of Mary Cushing Niles, planning is the conscious of selecting and developing the best course of action to accomplish an objective. It is the basis from which the future management action spring. ഇവിടെ നോക്കി, അവിടെ ഏതായിരിക്കും കീവേഡ്? പ്ലാനിങ് is the conscious of selecting and developing the best course of action to accomplish an objective. നോക്കാം, ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു അക്കംപ്ലിഷ് ഒബ്ജക്റ്റീവ്. ഇതായിരിക്കും അതിന്റെ കീവേഡ് ആയിട്ട് എടുത്ത് വെച്ചാൽ മതി. ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു അക്കംപ്ലിഷ് ആൻ ഒബ്ജക്റ്റീവ് എന്നുള്ള ഡെഫിനിഷൻ പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞത് മേരി കുഷിംഗ് നൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള. ഓക്കെ, ഇൻ ദ വേർഡ്സ് ഓഫ് മേരി കുഷിംഗ് നൈൽസ്, പ്ലാനിങ് ഇസ് കോൺഷ്യസ് ഓഫ് സെലക്ടിങ്, ഡെവലപ്പിംഗ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു അക്കംപ്ലിഷ് ആൻ ഒബ്ജക്റ്റീവ്. എന്താണോ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നത് ആ ആക്ഷൻ സെലക്ട് ചെയ്തെടുത്തിട്ട് ഒബ്ജക്റ്റീവ്സിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ് ഇങ്ങനെ പറഞ്ഞത് മേരി കുഷിംഗ് നൈൽസ്. ഇനിയുണ്ട്, തീർന്നിട്ടില്ല. അടുത്ത ഇമ്പോർട്ടന്റ് ദേ ഹെൻറി ഫയോളിന്റെ ഇമ്പോർട്ടന്റ് ദേ വരുന്നു. അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ, പ്ലാനിങ് ഇസ് ഡിസൈഡിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എമംഗ് അതേഴ്സ്. അത് നോക്കുക, അവിടെ തന്നെ വരച്ച് അണ്ടർലൈൻ ചെയ്തിട്ട് നോക്കുക. Planning is deciding the best alternative among others to perform different managerial operations in order to achieve predetermined goal. ഏറ്റവും നിലവിൽ ഉള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് എടുത്ത് കൊടുക്കുക, ചെയ്യുക എന്നുള്ളതാണ് ഹെൻറി ഫയോൾ പറഞ്ഞ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ചോദ്യം വരും, പ്ലാനിങ് is deciding the best alternative among others to perform different managerial operations. Whose words is this about planning എന്നൊക്കെ ആയിരിക്കും ചോദ്യം വരാം. ടെക്സ്റ്റിലുള്ള ചോദ്യമാണ്, അപ്പോൾ ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് ചോദ്യം ആ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണ് വരുന്നെങ്കിൽ ഇതൊക്കെ ചോദിക്കുന്നു. പ്ലസ് ടു അല്ല, ബികോം. അത് പഠിക്കണ്ട, അതാ ഞാൻ പറഞ്ഞത്. 10 മാർക്കിന് വേണ്ടി നിങ്ങൾ പോയിരുന്ന സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് മൊത്തം വായിക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. ഞാൻ ഈ തരുന്ന സ്ലൈഡ് പിടിച്ചാൽ മതി, ഇതെല്ലാം കവേർഡാണ്, മര്യാദയ്ക്ക് പിടിച്ചാൽ മതി. ഇനി അടുത്ത ഡെഫിനിഷൻ, നല്ല ഉറക്കം വരുന്നുണ്ടല്ലേ? മാനേജ്മെന്റ് ഇസ് എൻ ഓർഗൻ, മാനേജ്മെന്റ് ഇസ് എ മൾട്ടി ഓർഗൻ എന്നൊക്കെ പറഞ്ഞ ആരാ?
ഓർമ്മയിട്ടല്ലോ അല്ലേ? ഇനി അടുത്ത് നോക്കിയേ. നോക്കാം അടുത്ത് ഹെയ്മാന്റെ ഡെഫിനിഷൻ. Heyman defines planning as planning is deciding in advance what is to be done. When a manager plans, he projects a course of action for the future, attempt to achieve a constant ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, attempt to achieve a consistent and coordinates the structure of operations aimed at the desired results. ഹെയ്മാന്റെ ഡെഫിനിഷൻ, അതായത് പ്ലാനിങ് ഇസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. ഇത് നോക്കിയാൽ മതി. പ്ലാനിങ്, ആ ഫസ്റ്റത്തെ സെന്റൻസ് ഇല്ലേ, പ്ലാനിങ് ഇസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ എന്നുള്ള ഡെഫിനിഷൻ ആരാ കൊടുത്തത് വെച്ചാൽ ഹെയ്മാന്റെ ഡെഫിനിഷൻ ആണ്. അതേപോലെ തന്നെ ജോർജ് ടെറിയുടെ ഡെഫിനിഷൻസ് മൂന്നും പഠിച്ചില്ലേ, ഓർക്കണ്ട? ആക്ടിവിറ്റിംഗ്, സ്വിമ്മിങ്, വാക്കിംഗ്, റണ്ണിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങേരുടെയാണ് ജോർജ് ടെറിയുടെ ഡെഫിനിഷൻസ്. പ്ലാനിങ് ഇസ് സെലക്ടിങ് ആൻഡ് റിലേറ്റിംഗ് ഫാക്ട്സ് ആൻഡ് മേക്കിംഗ് യൂസ് ഓഫ് ദ അസംപ്ഷൻസ്. ഇപ്പോൾ ഇടയിൽ കുറെ അസംപ്ഷൻസും ആക്ടിവിറ്റിംഗ് അങ്ങനത്തെ കുറച്ച് വേർഡ്സ് കാണും കേട്ടോ. ജോർജ് ടെറിയുടെ പ്ലാനിങ് ഇസ് സെലക്ടിങ് ആൻഡ് റിലേറ്റിംഗ് ഫാക്ട്സ് ആൻഡ് മേക്കിംഗ് ദ യൂസ് ഓഫ് അസംപ്ഷൻസ് റിഗാർഡിംഗ് ദ ഫ്യൂച്ചർ ആൻഡ് വിഷ്വലൈസേഷൻ ആൻഡ് ഫോർമുലേഷൻ ഓഫ് പ്രൊപ്പോസ്ഡ് ആക്ടിവിറ്റീസ് ടു ബി ലീവ്ഡ് നെസസറി ടു അച്ചീവ് ഡിസൈഡ് റിസൾട്ട്സ്. കാണാപ്പടം പഠിക്കേണ്ട, അത് ഈ വേർഡ്സ് ഓർത്തിരുന്നാൽ മതി. അസംപ്ഷൻസ്, ആക്ച്വേറ്റിംഗ് എന്നൊക്കെയുള്ള വേർഡ് കണ്ടു കഴിഞ്ഞാൽ ജോർജ് ടെറിയുടെ ഡെഫിനിഷൻസ് ആണെന്നുള്ളത് ഓർക്കുക. അവിടെ ജസ്റ്റ് എഴുതി വെച്ചേക്കണം കേട്ടോ, മറന്നു വരുത്. യൂസിങ് ഓഫ് അസംപ്ഷൻസ് എന്ന് പ്ലാനിങ്ങിന്റെ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ജോർജ് ടെറിയുടെ വേർഡ്സ് ആണ്. ഇത് നോക്കുക, വേറെ 3-4 പേരുടെയും കൂടി കിടക്കുന്നുണ്ട്. ബേസ്ഡ് ഓൺ ഫ്യൂച്ചറിറ്റി, ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുള്ളത് ആരൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ജസ്റ്റ് വായിച്ചു പോയാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇത് വായിക്കുക. നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവും. ഓപ്ഷനിൽ നിങ്ങൾ ഈ പറയുന്ന ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് നോക്കുക. ഈ പറയുന്ന 4 ആളുകളുടെ പേര് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിലുണ്ട്. ഓപ്ഷനിലുള്ളത് 4 അല്ല വേറെ ഏതെങ്കിലും ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റില്ലേ? നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കുക. ജസ്റ്റ് ഇത് കണ്ടിട്ടുണ്ട്, ഞാൻ കാണാത്തൊന്നും വരില്ല, അല്ലെങ്കിൽ ഇതൊന്നും ചോദിക്കില്ല എന്ന് പ്രാർത്ഥിക്കല്ലേ. ഇത് ചോദിക്കാൻ പ്രാർത്ഥിക്കുക, എന്നാലല്ലേ കാര്യമുള്ളൂ. ദൈവം ഇത് ചോദിക്കണേന്ന് പറയും. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ കണ്ട ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും കാണാത്തൊരു ചോദ്യമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ? അങ്ങനെ ആലോചിക്കുക. എല്ലാം ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഈ കളികളെല്ലാം. മനസ്സിലാക്കിയിട്ട് അങ്ങനെ പഠിക്കും. എക്സാം ഹാള് മാനേജ് ചെയ്താൽ മതി എന്ന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമല്ലേ. നമുക്ക് അറിയില്ലാത്തായിരിക്കും ചിലപ്പോൾ 100-100 ക്വസ്റ്റ്യൻസും. നമുക്ക് 100-100 അറിയില്ലെങ്കിൽ 0 അടിച്ചിട്ട് ഇറങ്ങി പോരാ. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എഴുതണമെന്നുണ്ട്, നല്ല ആൻസർ വാല്യൂ ചെയ്യുള്ളൂ. അപ്പൊ 100-100 നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഏതെങ്കിലും ഓരെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാം. ബാക്കിയുള്ളവരൊക്കെ മൈനസ് അടിച്ച് 0.33 -0.66 ഒക്കെ ആയിക്കോട്ടെ. നിങ്ങൾക്ക് 0 വെച്ചിട്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് കയറുമല്ലോ, അല്ലെങ്കിൽ 1 മാർക്ക് വെച്ചിട്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് കയറുമല്ലോ. എന്തായാലും ഫണ്ടമെന്റലൈസിന് മാർക്ക് കിട്ടും, മര്യാദയ്ക്ക് അത് പഠിച്ചു. എമർജൻസിന്ന് മാർക്ക് കിട്ടും, മര്യാദയ്ക്ക് അത് പഠിച്ചു. പാർലമെന്റിൽ നിന്ന് മാർക്ക് കിട്ടും, അത് പഠിച്ചു. ബാക്കി 200 മാർക്കിൽ 190 ചില മാർക്കല്ലേ ഞാൻ പറഞ്ഞു തരാനുള്ളൂ. ബാക്കി കഴിഞ്ഞില്ലേ? നോക്കാം, നമ്മുടെ പീറ്റർ ഓഫ് ഡ്രക്കർ പറഞ്ഞ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ കിടക്കണം. നോക്കി, പ്ലാനിങ് ഈസ് എ ട്രാപ്പ് ലേഡ് ഡൗൺ ടു ക്യാപ്ചർ ദ ഫ്യൂച്ചർ. ഡ്രക്കർ പറഞ്ഞു ഫ്യൂച്ചറിനെ പിടിക്കാൻ പറ്റും. ഡ്രക്കർ പറഞ്ഞു ഫ്യൂച്ചറിനെ പിടിക്കാനായിട്ട് പറ്റൂല. ഇവിടെ ചൈൽഡിഷ് ആണെന്ന് പറഞ്ഞു. അലൻ പറഞ്ഞുള്ള കാര്യമോ? അലൻ പറഞ്ഞത് ഫ്യൂച്ചറിനെ പിടിക്കാനുള്ള ട്രാപ്പാണ് പ്ലാനിങ്. അലൻ കേട്ടോ, അലൻ. എന്താണ് ഫുൾ നെയിം ഒന്നും എനിക്കറിയില്ല, അലൻ എന്ന് ഓർത്താൽ മതി. അലൻ പറഞ്ഞത് ഫ്യൂച്ചറിനെ പിടിക്കാനുള്ള ട്രാപ്പാണ് പ്ലാനിങ് എന്ന് പറഞ്ഞത് അലൻ. ഓക്കെ, ഇനി കൂൺസിന്റെ കാര്യം പറഞ്ഞതോ, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം എന്ന് നേരത്തെ തീരുമാനിച്ചു വെക്കുന്നതാണ് പ്ലാനിങ് എന്ന് പറഞ്ഞത് കൂൺസ്. പ്ലാനിങ് ഇസ് ഇൻഫോംഡ് ആന്റിസിപ്പേഷൻ ഓഫ് ഫ്യൂച്ചർ. ഹൈമാൻ പറഞ്ഞ കാര്യം അങ്ങനെയാണ്. ഫ്യൂച്ചറിനെ വെച്ചിട്ട് ആന്റിസിപ്പേഷൻ ഓഫ് ഫ്യൂച്ചർ ആണ് എന്ന് പറഞ്ഞത്, പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞത് ഹെയ്മാൻ ആണ്. അതേപോലെ തന്നെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് ആന്റിസിപ്പേറ്ററി ഡിസിഷൻ മേക്കിംഗ് ആണെന്ന് പറഞ്ഞത് ആർ എൽ അക്കോഫ് എന്ന് പറയുന്ന ആള്. അക്കോഫ്
ആർ എൽ അക്കോഫ് ആന്റിസിപ്പേറ്ററി ഡിസിഷൻ മേക്കിംഗ് ആണ് എന്ന് പറഞ്ഞത്. ഇതിന് ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളൂ ഡെഫിനിഷൻസിൽ നിന്ന്. ബാക്കിയുള്ളതൊക്കെ മിക്കവാറും ഈ പറയുന്ന ഒരു ഓപ്ഷൻസിന് പിക്ക് ചെയ്യാനുള്ള രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും. അത് ഏത് ഡെഫിനിഷനാ ചോദിക്കാൻ പോണെന്ന് ഒരു ഉറപ്പൊന്നും വരാൻ പറ്റില്ല. PYQs എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ മറ്റേ മേരി ഫോളറ്റിന്റെ ചോദ്യം ചോദിച്ചു. ഓൾറെഡി ഞാൻ ഇത്ര എല്ലാം കഴിഞ്ഞിട്ടില്ല, നോക്കിയതിന്റെ ഇടയിൽ കണ്ടത് ആ മേരി ഫോളറ്റിന്റെ ഡെഫിനിഷൻ അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് വേണമെങ്കിലും ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കാം. ആരുടെ ഡെഫിനിഷൻ ആണ് എപ്പോഴാണെന്നൊന്നും ഒരു പിടിയില്ല. ചോദ്യം വരും എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഒന്ന് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് വായിച്ചിട്ടെങ്കിലും പോവാം. ചില ദിവസങ്ങളിൽ ഒന്ന് എടുത്ത് വെച്ച് എല്ലാം ഒന്ന് ഓടിച്ച് വായിക്കാം. ഈ പറഞ്ഞ പേരുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വായിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണെങ്കിൽ അത് അങ്ങോട്ട് കുത്തിയേക്കാം. ബാക്കി ഏകദേശം ഒരേപോലെ ആയിരിക്കും. അതെ, അതുണ്ടാവുന്നേ ഇവര് ഒരേ നമുക്കിതിങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വായിക്കാത്ത കാര്യം ഞാൻ ഏറ്റവും ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞില്ലേ ഡെഫിനിഷൻസിന്റെ ഇത്. ഇവര് ഈ ഡെഫിനിഷൻ മാത്രമായിരിക്കില്ല ഇവര് കൊടുത്തിട്ടുണ്ടാവുക, വേറെ ഇഷ്ടംപോലെ ഡെഫിനിഷൻസ് ഇവര് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഇത്രയും പഠിച്ചിട്ട് പോയെങ്കിൽ ഇത് കാണാത്ത ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ പുറമേ എന്നുള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ ഇവര് തന്നെയായിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള മേഖലയാണിത്. ഇവരിങ്ങനെ തിങ്കേഴ്സ് അല്ലേ, ഇങ്ങനെ ഓരോ സമയത്ത് കഞ്ചാവ് വലിച്ചവർക്ക് കാര്യങ്ങൾ തോന്നിയ പോലെ പറയുന്നതൊക്കെ ആൾക്കാർ എഴുതി വെക്കാനുണ്ടാവും. ഇവർ പറഞ്ഞാണ്ടാവും അവരൊക്കെ അത്രയും വലിയ ആൾക്കാരാണ്. മോശം പറയാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് എങ്ങാനും ഇതേപോലെ പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞ എവിടെയെങ്കിലും വരുന്നുണ്ടോ? നമ്മൾ എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. ആരും കേൾക്കണില്ലല്ലോ. വിജയിക്കുന്നതിന്റെ കഥയെ ബാക്കിയുള്ളവർ കേൾക്കേണ്ടതുള്ളൂ. നോക്കാം അടുത്ത രണ്ടെണ്ണം. തിങ്കിങ് ആസ് എ ഫംഗ്ഷൻ. Planning is a thinking process, an organized foresight, a vision based on fact and experience that is required for intelligent action. ആൽഫ്രഡ് ആൻഡ് BT എന്ന് പറയുന്ന ആള് പറഞ്ഞ ഡെഫിനിഷൻ, അവർ രണ്ടുപേരും കൂടി പറഞ്ഞ ഡെഫിനിഷൻ ആണ് ഡി കാണുന്നത്. ആസ് എ തിങ്കിങ് ഫംഗ്ഷൻ, പ്ലാനിങ് ഇസ് എ തിങ്കിങ് പ്രോസസ്. ഈ രണ്ടെണ്ണം പഠിച്ചാൽ മതി കേട്ടോ. രണ്ടെണ്ണം, ഇതിന് കൂടുതലൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇത് പഠിച്ചാൽ മതി. പ്ലാനിങ് ഇസ് എ തിങ്കിങ് പ്രോസസ്, ആൻ ഓർഗനൈസ്ഡ് ഫോർസൈറ്റ്, എ വിഷൻ ബേസ്ഡ് ഫാക്ട് and experience that is required for intelligent action. ഇവിടെ ഇന്റലിജന്റ് ആക്ഷൻ എന്നുള്ളത് കണ്ടില്ലോ. ഇന്റലിജന്റ് ആക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർ രണ്ടുപേരും ഓർത്ത് ഇവന്മാർ രണ്ടുപേരും ഇന്റലിജന്റ് ആണ്. ഓക്കെ, ഇന്റലിജന്റ് ആക്ഷൻ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആൽഫ്രഡും BTയും എയും ബിയും ഇന്റലിജന്റ് ആണ്. ആൽഫ്രഡ് ആൻഡ് BT എയും ബിയും ഇന്റലിജന്റ് ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി അടുത്തത്. പ്ലാനിങ് ഇസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു ഇറ്റ് ആൻഡ് വെൻ ടു ഡു ഇറ്റ് ആൻഡ് ഹൂ ഇസ് ടു ഡു ഇറ്റ്. ഈ കൂൺസ് ആൻഡ് ഡോണർ. ഓക്കെ, ഇങ്ങനെ ഹൂ ഈസ് വാട്ട് ഈസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മെയിനും ഇവന്മാരുടെയാണ്, കൂൺസിന്റെയാണ്. ഇപ്പൊ കുറെ കഴിഞ്ഞ് നമുക്കിത് കുറിച്ചിട്ടൊരു ഇവന്മാരുടെ ഐഡിയ, അവർ ചിന്തിക്കുന്ന സ്റ്റൈലും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പൊ കുറെ നേരം എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഏത് രീതിയിൽ ആലോചിക്കുന്നതോ കിട്ടൂലേ. ആ സംഭവം തന്നെ ഇവരുടെ കുറെ തിയറീസ് എടുത്ത് വെച്ചിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇവർ ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളത് പിന്നെ നമുക്ക് കിട്ടും, കത്തി തുടങ്ങും. അതാണ് ഇപ്പൊ ഇങ്ങനത്തെ വാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആണുള്ളത്. ആക്ച്വേറ്റിംഗ് അസംഷൻ അങ്ങനത്തെ വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ അതാരുടെയാണ്? ടെറിയുടെ. ഓർഗൻസിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ അതാരുടെയാണ്? ട്രക്കറിന്റെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവരുടെ കുറെ തിയറീസ് നമുക്ക് ആ രീതിയിൽ ആലോചിച്ചു. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ ഡെഫിനിഷൻസ്. ഓൺലൈനിൽ ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് വരെ 3 മിനിറ്റ്. അന്നത്തെ മാനേജ്മെന്റ് ഈസ് ആൻ ഓർഗൻ ആണ്, ഈസ് എ ഓർഗൻ അല്ല. ഇംഗ്ലീഷ് അവിടെ നോക്കണേ.
കഴിയുമ്പോൾ പറയണം കേട്ടോ. കഴിഞ്ഞോ? ഓക്കെ. അടുത്ത ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് പ്ലാൻസ്. ടൈപ്സ് ഓഫ് പ്ലാൻ, എന്തൊക്കെ തരത്തിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ പറയുന്ന പ്ലാനിങ്ങിന്റെ ടൈപ്സിൽ പറയുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് 3 ടൈപ്പ് ഓഫ് പ്ലാൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് കൂടാണ്ട് പ്ലാൻ എ വർക്ക് ആയില്ലെങ്കിൽ പ്ലാൻ ബി എന്ന് പറയുന്ന പോലെ തന്നെ ഒരു എമർജൻസി പ്ലാനും കൂടി വേറെ ഉണ്ട്, 4ാമത്തെ. അപ്പൊ 3 നമുക്ക് മെയിൻ ആയിട്ട് ഉള്ളതിനകത്തുള്ളൂ. അത് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 സ്ട്രാറ്റജിക്, 2 ടാക്ടിക്കല്, 3 ഓപ്പറേഷണൽ പ്ലാൻ. ഇങ്ങനെ പറയട്ടെ, എന്തൊക്കെയാ ഇതിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഒരു ഓപ്പറേഷണൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ? എന്താ നടപ്പിലാക്കാനായിട്ട് ഉള്ളത്? ഓക്കെ. ഏതാ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാനുള്ളത്? ഓക്കെ. എന്തായിരിക്കും ഒരു ഓപ്പറേഷണൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ? ആലോചിച്ച് നോക്കി. എന്തായിരിക്കും അത്? ഈ പറയുന്ന ടാക്ടിക്സ്, സ്ട്രാറ്റജി, ഓപ്പറേഷൻ, ഇത് 3 തമ്മിലുള്ള വ്യത്യാസം എന്താ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്തായിരുന്നു അത് 3 തമ്മിലുള്ള വ്യത്യാസം? സ്ട്രാറ്റജി ടോപ്പ് ലെവലിലുള്ളവരാണ് പറയുന്നത്. അത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു അശ്വതിയുടെ കട എടുത്തു, അശ്വതിയുടെ ഫുഡ് കട. ഓക്കെ. ഫുഡ് കടയിൽ എന്തായിരിക്കും സ്ട്രാറ്റജി? എന്തായിരിക്കും അശ്വതിയുടെ? നല്ല സെയിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അജിനോമോട്ടോ ചെയ്യാം. ഓക്കെ. വെറൈറ്റി കൊണ്ടുവരാം. ഓക്കെ, വെറൈറ്റി കൊണ്ടുവരാം എന്നുള്ളത് ഒരു നല്ല സ്ട്രാറ്റജിയാണ്. ഇനി അത് ടാക്ടിക്കലി എങ്ങനെ ചെയ്യും? ടാക്ടിക്സ് ഉണ്ട്. നല്ല ഷെഫിനെ കൊണ്ടുവരാം. ഓക്കെ, നല്ല ഷെഫിനെ, അതിന് ആ സ്ട്രാറ്റജി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണോ കൊണ്ടുവന്നത് അതിനാണ് നമ്മൾ എന്ത് പറയാ? ടാക്ടിക്സ് എന്ന് പറയാം.
ഇനി നല്ല ഷെഫിനെ കൊണ്ടുവന്നിട്ട് അതിന്റെ ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും? നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ട് ആളുകളിലേക്ക് കൊടുക്കുക. ഇവർ രണ്ടുപേരും ചേർന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പറേഷൻ പ്ലാൻ. നല്ല ഫുഡ് ഉണ്ടാക്കണം, ഫുഡ് ഏത് തരത്തിൽ ഉണ്ടാക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇത് ഓപ്പറേഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഫുഡിൽ എത്രത്തോളം എരിവ് ചേർക്കണം, സ്പൈസി ആക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓപ്പറേഷൻ, മെയിൻ ആയിട്ട് ഉള്ള കാര്യം ചെയ്യുന്നതിന് ഓപ്പറേഷനും, അതിന്റെ ഒരു ബ്രോഡ് ലെവലിൽ നമ്മൾ ഇത്രയും വെറൈറ്റി പല പല ഫുഡുകൾ ഉണ്ടാക്കണം എന്നുള്ളത് അതിന്റെ സ്ട്രാറ്റജിയും, അത് ചെയ്യാനായിട്ട് എന്ത് ടാക്ടിക്സ് അവിടെ ഉപയോഗിക്കാൻ പറ്റും, നല്ല ഷെഫിനെ കൊണ്ടുവരാന്നുള്ളത് ടാക്ടിക്സും, ആ ഷെഫും ഈ പറഞ്ഞ ഓണറും കൂടി ചേർന്നിട്ട് പല പല ഫുഡ് ഉണ്ടാക്കി അതിന്റെ രുചിയും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കൊണ്ടുവന്നതിന് ഓപ്പറേഷൻ. ഓക്കെ, ഈ ടൈപ്പ് 3 തരത്തിലുള്ള പ്ലാൻസ് ആണ്. ഇനി ഇത് 3 ഫെയിൽ ആയി കഴിഞ്ഞാൽ അടുത്തത് എന്തുള്ള? പ്ലാൻ ബി. അതിനാണ് നമ്മൾ പറയുന്നത് കണ്ടിജൻസി പ്ലാൻ. നമ്മൾ കണ്ടിജൻസി ഫണ്ട് പഠിച്ചില്ലേ, അതേപോലെ തന്നെ ഉള്ള ഒരു പ്ലാൻ ആണ് കണ്ടിജൻസി പ്ലാൻ, അല്ലെങ്കിൽ എമർജൻസി പ്ലാൻ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ 4 തരത്തിലുള്ള പ്ലാൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഉള്ളത്. 3 മെയിനും ഇതൊന്നും വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്ലാൻ ബി ആയിട്ട് ഓടുക എന്നുള്ള പരിപാടി. അതാണ് പ്ലാൻ ബി. ഫുഡ് ആൾക്കാർക്ക് ഇഷ്ടമായില്ല, മൊത്തം ഇതായി, ഫുഡ് പോയിസൺ അടിച്ച എല്ലാവർക്കും. അടുത്ത സ്റ്റെപ്പ് എന്താ? ഓടുക, നാട് വിട്ട് ഓടിയേക്കുക. ഇതാണ് അടുത്ത പരിപാടി. ടൈപ്സ് ഓഫ് പ്ലാൻ. ഓക്കെ, ഞാനതൊക്കെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഓപ്പറേഷൻ പ്ലാൻസ്, സിംഗിൾ യൂസ് പ്ലാൻസ്, കണ്ടിന്യൂയിങ് ഓൺ ഗോയിങ് പ്ലാൻസ്, അതൊക്കെ വായിച്ച് ജസ്റ്റ് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ടാക്ടിക്കൽ പ്ലാൻസ് എന്താണ് എന്നുള്ളത്, സ്ട്രാറ്റജിക് പ്ലാൻസ് എന്താണ് എന്നുള്ളതുണ്ട്, കണ്ടിജൻസി പ്ലാൻ എന്താണെന്നുള്ളത് എഴുതി നോക്കുക. അപ്പൊ ഈ 3 സ്ലൈഡ് എഴുതിയത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കണേ. വലിയ ഇതൊന്നുമില്ല, ഈ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് അത് നോക്കി പഠിച്ചാൽ മതി. ഓപ്പറേഷൻ എന്താണ്, ടാക്ടിക്സ് എന്താണ്, സ്ട്രാറ്റജി എന്താണ്, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, ഫുട്ബോൾ കളിക്കുന്നുണ്ട്, എന്താ നമ്മളുടെ സ്ട്രാറ്റജി ഉപയോഗിക്കും. സ്ട്രാറ്റജി എങ്ങനെയെങ്കിലും അവരെ തോപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ടാക്ടിക്സ് കൊണ്ടുവരും? ബുംറയെ ഇറക്കി വിടുക. ഇതാണ് നമ്മുടെ ബുംറയെ ഇറക്കി വിടുക എന്നുള്ളതാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജി. ബുംറ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ബുംറ ബുംറ യോർക്കർ അറിയും. ഇതാണ് ഓപ്പറേഷൻ സ്ട്രാറ്റജി. ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി ബുംറ വർക്ക് ചെയ്തില്ലെങ്കിൽ അടുത്ത പ്ലാൻ എന്താ? പ്ലാൻ ബി. ഈ ആയിട്ട് എന്ത് ചെയ്യണം? അടുത്ത ആളിറക്കും. ബുംറ പോയെങ്കിൽ സിറാജിനെ ഇറക്കണം. ഇതാണ് അടുത്ത പരിപാടി. നോക്കുക, അടുത്ത ക്രിക്കറ്റിന്റെ കാര്യം പറഞ്ഞാണ് കേട്ടോ. ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് നടക്കുക, ലോർഡ്സ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിനകത്താണ് ഈ ബുംറേനെ ഇത്ര ബ്രേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ബുംറേനെ കളിപ്പിച്ചത് ഇന്നലെയാണ്. അപ്പൊ അതാണ് സ്ട്രാറ്റജിയും ടാക്ടിക്സും. മനസ്സിലായോ കാര്യത്തിൽ എന്താണെന്നുള്ളത്? ഓപ്പറേഷൻ എന്താണെന്നുള്ളതും ടാക്ടിക്സ് എന്താണെന്നുള്ളത് സ്ട്രാറ്റജി എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത ടോപ്പിക് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് നോക്കി. ഇതും ഭയങ്കര സിമ്പിൾ സംഭവമാണ്. നിങ്ങൾക്ക് ചോദ്യം, ഞാൻ ഈ സിമ്പിൾ ആണെന്ന് പറയണത് ആക്ച്വലി സിമ്പിൾ തന്നെയാണ്, പക്ഷെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ വായിച്ച് കൺഫ്യൂഷൻ ആകുന്നതിന്റെ പ്രശ്നങ്ങളാണ്. അപ്പോ ഇത് ഇങ്ങനെയൊക്കെ ആകാലോ എന്നുള്ള ഒരു, ചിലപ്പോ ഈ പറഞ്ഞ ഗോൾ ഓറിയന്റഡ് ഒന്നും ആയിരിക്കില്ല ക്വസ്റ്റ്യനിൽ തരാം. പക്ഷെ ആ ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കണം. സാറ് ഇതൊക്കെ ഇത്രയും പഠിപ്പിച്ചു, ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിച്ചില്ല എന്നുള്ളത് പറയരുത്. ഞാൻ പറയുന്ന കാര്യേ അതേപോലെ തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അതിന് വേണം നിങ്ങൾ ആലോചിച്ച് അത് ഇന്നതാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സോൾവ് ചെയ്യേണ്ട ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. അതിനാണ് നിങ്ങളെ മാനേജർ ആക്കാനായിട്ട് പഠിപ്പിക്കുന്നത്. ടെസ്റ്റ് ഒക്കെ തരാം. ഇതിനൊക്കെ ടെസ്റ്റ് ചോദിക്കാനായിട്ട് ലിമിറ്റേഷൻ ഉണ്ട്. ഈ സംഭവമൊക്കെ മൊത്തം പ്രാക്ടിക്കലാണ്. നമ്മളെന്താണ് ഒരു മാനേജർ എന്നുള്ളത്, നമ്മളൊരു സാധനം മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിസ്സാര സംഭവം നമുക്ക് എഴുതാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. ആകെ പ്രശ്നം വരാന്ന് പറഞ്ഞാൽ ആ ഡെഫിനിഷൻസ് അത് ചോദിക്കുമ്പോഴാണ് അത് കറക്റ്റ്. ഇത് ബാക്കിയൊക്കെ നമുക്കുള്ള കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എഴുതാൻ പറ്റും. ഇവിടെ നോക്കി, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ് എന്നുള്ള കാര്യം ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പ്ലാനിങ് ഈസ് ഗോൾ ഓറിയന്റഡ് അല്ലേ? മനസ്സിലാക്കാൻ എന്താ പാട്? പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എന്താണ് ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ഒരു വീട് പണിയണം, വീടിന്റെ ഏറ്റവും പാലുകാച്ചി എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഗോള്. അപ്പോൾ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ വരയ്ക്കുമ്പോൾ എന്തായിരിക്കും? വീട് എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. ഇത് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യാം, അടിത്തറയൊക്കെ കെട്ടി തുടങ്ങി വലിയ സംഭവമാക്കി എടുക്കാം.
അപ്പൊ ഇത് ഗോൾ ഓറിയന്റഡ് ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഗോൾ ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ബിരാമി? ഓക്കെ ആണോ? ഇനി പ്ലാനിങ് ഇസ് എ പ്രൈമറി ഫംഗ്ഷൻ. മനസ്സിലാക്കാൻ എന്താ പാട്? ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു മാനേജ്മെന്റിൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന പരിപാടിയാണ് പ്ലാനിങ് എന്നുള്ളത്. അത് എളുപ്പല്ലേ? ഇനി മൂന്നാമത്തെ കാര്യം, പ്ലാനിങ് ഈസ് ഓൾ പെർവൈസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യാപ്തി ഉള്ള ഒരു കാര്യമാണ് പ്ലാനിങ് എന്നുള്ളത്. അതായത് ഒരു ഇതിനകത്ത് മാത്രമല്ല, ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. പ്ലാനിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഓൾ മാനേജേഴ്സ്. ഇറ്റ് ഈസ് നീഡഡ് ആൻഡ് പ്രാക്ടീസ്ഡ് അറ്റ് ഓൾ മാനേജറിയൽ ലെവൽസ്. പ്ലാനിങ് ഈസ് ഇൻഹെറന്റ് ഇൻ എവരിതിങ് എ മാനേജർ ഡസ്. മാനേജർ ഹാവ് ടു പ്ലാൻ ബിഫോർ ലോഞ്ചിങ് എ ന്യൂ ബിസിനസ്. അതായത് ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത ഒരു കാര്യമാണ് ഈ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇപ്പോ നമുക്ക് പറയുകയാണെങ്കിൽ പ്ലാൻ വരയ്ക്കുന്ന, നമ്മൾ വീട് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം. പ്ലാൻ വരയ്ക്കുന്ന ഒരാള് അയാൾ പ്ലാൻ ചെയ്യണ്ടേ ഏത് രീതിയിൽ സ്കെച്ച് വരണം, എത്ര വിഡ്ത്ത് വരണം റൂമിന്റെ. ഇപ്പൊ ഒരു റൂമിന്റെ വിഡ്ത്ത് 30-ഉം അതിന്റെ അപ്പുറത്തെ സൈഡിന്റെ വിഡ്ത്ത് 40 ആയി കഴിഞ്ഞ് ശരിയാവുമോ? ഇല്ലല്ലോ. അപ്പൊ അയാൾക്ക് തന്നെ ഒരു പ്ലാൻ വേണ്ടേ? ഇത് റൂമിന്റെ ഡയമെൻഷൻസ് ഇത്രയായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാള് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യും. ഇനി ഈ പ്ലാൻ ആർക്ക് അടുത്തത് കൊടുക്കുന്നേ? പണിയുന്നവർക്ക്, എഞ്ചിനീയേഴ്സിന് കൊടുക്കും. അപ്പൊ എഞ്ചിനീയേഴ്സിന്റെ ഇത് ഇവർ ഈ പ്ലാൻ അനുസരിച്ച് വെട്ടാനായിട്ട് ഇവർക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ട്, ഒരു പ്ലാനിങ് വേണ്ടേ? നമ്മൾ ആദ്യം കിഴക്കേ സൈഡ് കുഴിക്കുക എന്നുള്ള സംഭവം പറയില്ലേ? ആദ്യം അവിടെ നിന്ന് കുഴിച്ചെടുക്കാനാണ് ഭയങ്കര പാട്. അപ്പൊ അത് ആദ്യം ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി പണി എളുപ്പമായിരിക്കും എന്ന് പറയില്ലേ? അപ്പൊ അങ്ങനത്തെ എല്ലാ ലെവലിലും അത് കഴിഞ്ഞിട്ട് ഇഷ്ടിക വെച്ച് കിട്ടുന്ന ആൾക്കാർ അവർക്കുണ്ടാവില്ലേ പ്ലാനിങ്? നമുക്ക് വലതുവശത്ത് തുടങ്ങാം, അല്ലെങ്കിൽ വേറെ സിമെന്റ് ഉപയോഗിക്കേണ്ട, വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ ഇന്റർലോക്കിംഗ് കട്ട ഉപയോഗിച്ചാൽ മതി എന്നുള്ള പ്ലാനിങ്. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യൂലേ? ഓക്കെ. അപ്പൊ ഇത്രയും എല്ലാ ലെവലിലും ഉള്ള ഒരു കാര്യമാണ് പ്ലാനിങ്. അപ്പൊ വേർഡ് ഒന്ന് നോക്കി വെച്ചോ. പെർവേഴ്സീവ് എന്ന് പറഞ്ഞാൽ വാസ്റ്റ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വേർഡാണ് പെർവേഴ്സീവ് എന്ന് പറഞ്ഞത്. വാസ്റ്റ് ആണ്, വാസ്റ്റ് ലെവലില് ഡീറ്റെയിലാണ്, എല്ലാ ഒരു ഇതിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വരുന്ന ഒരു വാക്കാണ് പെർവേഴ്സീവ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് കണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട് ഞെട്ടരുത്, വാസ്റ്റ് ആണ് എന്നുള്ളതാണ് കേട്ടോ. പെർവേഴ്സ്. ഇനി അടുത്തത് പ്ലാനിങ് ഈസ് എ മെന്റൽ എക്സർസൈസ് അല്ലേ? ഇപ്പൊ നമുക്ക് 1ാം റാങ്ക് വാങ്ങിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ ഇരുന്ന് ആലോചിച്ച് കൂട്ടൂലേ ഈ 100 മാർക്കിന്റെ എങ്ങനെ ഞാൻ എഴുതും? അല്ലെങ്കിൽ എനിക്ക് അറിയുന്നത് ഞാൻ എഴുതി പഠിക്കുന്നത് മാത്രം എക്സാമിന് വന്നു കഴിഞ്ഞാൽ എന്ത് സുഖമായിരുന്നു എന്ന് ആലോചിക്കാത്ത ആരെങ്കിലും ഉണ്ടോ കേരള PSC പഠിക്കാൻ പോകുമ്പോ? എന്തായാലും ചിന്തിക്കും. അപ്പൊ നമ്മളെപ്പോഴാ കണ്ടിന്യൂസ്ലി അപ്പോഴേ 100 ക്വസ്റ്റ്യനെ ഞാൻ പഠിച്ചിട്ട് പോകണുള്ളൂ. ഞാൻ പ്ലാൻ ചെയ്യാം. നാളെ പരീക്ഷയാണ്, നാളെ സെക്രട്ടറിയുടെ മെയിൻ എക്സാം, ഈ പ്രിലിംസ് എക്സാമിനേഷൻ ആണ്. തലേ ദിവസമാണ് ബുക്ക് എന്നുവെച്ചാൽ മെയിൻ ആയിട്ട് യൂട്യൂബിന്റെ ചാനലിൽ കമന്റ് കാണുന്ന ഒരു പ്രോസസ്സാണ്. സാർ നാളെ പരീക്ഷയാണ്, ഇനി പഠിച്ച സെക്രട്ടറിയേറ്റ് കിട്ടുമോ? അപ്പൊ അങ്ങനത്തെ ഒരു കാര്യമാണ്. എക്സാം എഴുതി എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ 100 എണ്ണം എഴുതിയിട്ടുണ്ടാവും. 100 എണ്ണം എഴുതി വരുമ്പോഴായിരിക്കും ഇതൊക്കെ ശരിയാണല്ലോ, എല്ലാം ശരിയാണല്ലോ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇറങ്ങിയത്. ഇന്ന് എനിക്ക് ജോലി ഉറപ്പാണ്. അത് വിചാരിച്ച് വരാത്ത ഒരാളുണ്ടാവില്ല. കാര്യം എല്ലാം നിങ്ങൾ അറിയുന്നതായിരിക്കും നിങ്ങൾ കുത്തിയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ഉറപ്പില്ലാത്തൊരു സാധനം നിങ്ങൾ കുത്തിയിട്ടില്ല എന്ന് വെക്കി 95 കുത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങും പയ്യെ. എന്തൊരു സുഖമുള്ള പരീക്ഷ, എല്ലാം ഞാൻ എഴുതിയതൊക്കെ ശരിയാണ്. വീട്ടിൽ വന്നു കഴിയുമ്പോഴായിരിക്കും 30 മൈനസ്. 30 കഴിഞ്ഞിട്ട് പ്രൊഫഷനിൽ വന്നു കഴിയുമ്പോൾ ആൻസർക്ക് ഉള്ളത് 2 എണ്ണം കൂടി ശരിയാന്ന് വിചാരിച്ച വീണ്ടും ഒരു 2 എണ്ണം കൂടി തെറ്റി ഫയൽ ആൻസർക്ക് വരുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾ ശരിയാന്ന് വിചാരിച്ച വീണ്ടും ഒരു 5 എണ്ണം ഡിലീഷൻ, നിങ്ങൾ എഴുതി 5 എണ്ണം ഡിലീഷൻ. അപ്പൊ എത്രയും 35-40 മാർക്ക് പോയി ആ വഴി. അപ്പൊ അടുത്ത പരീക്ഷ, ഇനി അടുത്ത പരീക്ഷ. മെയിൻ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടുമെന്ന് വിചാരിച്ച് പഠിത്തമൊക്കെ നിർത്തി വെച്ചേക്കായിരിക്കും. ഫൈനൽ ആൻസർക്ക് വന്നു കഴിയുമ്പോഴാണ് മാർക്കൊന്നും ഇല്ല എന്നുള്ളത് വീണ്ടും പഠിക്കാൻ തുടങ്ങും. അപ്പൊ ഇവിടെ എത്ര വീണ്ടും ബ്രേക്ക് ഒന്നില്ലേ? ആ പരീക്ഷ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ വീണ്ടും പഠിത്തം തുടങ്ങാന്ന് പറഞ്ഞ കാര്യം ആരും ചെയ്യണില്ല. ബ്രേക്ക് എടുക്കാം, 1-2 ദിവസം എടുക്കാം. പക്ഷെ ഈ ഒരു പരിപാടി ചെയ്യുന്നതാണ് ഭൂരിഭാഗം കേരള PSC ആൾക്കാരും എന്നുള്ളതാണ്. അപ്പൊ പ്ലാനിങ് ഇസ് എ മെന്റൽ എക്സർസൈസ് എന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു എന്താ പറയാ, ഇപ്പൊ ഞാൻ തന്നെ പലപ്പോഴും അടുത്ത ബാച്ച് ചെയ്യണോ വേണ്ടയോ, അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു 100 കൂട്ടം ചിന്തയാണ്. ചില സമയത്ത് വീട്ടിലിരിക്കുന്ന ആരും വിളിക്കുന്ന പോലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല എന്നല്ല, കേൾക്കാറില്ല. തൊട്ടടുത്തൊന്നും പറഞ്ഞാൽ പോലും നമ്മള് വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തയിലായിരിക്കും. TV-യിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും. എന്താ ഇത്ര കാര്യമായിട്ട് നോക്കിയിരിക്കുന്ന വെച്ചാൽ പിള്ളേരുടെ കാർട്ടൂൺ ആയിരിക്കും.
നമ്മുടെ മനസ്സ് അവിടെ ഒന്നും ഉണ്ടാവില്ല. പ്ലാനിങ് ആയിരിക്കും ഫുള്ള്. എന്ത് ചെയ്യണം എന്നുള്ളതാ. ഈ പഠിക്കണം, പിള്ളേർക്ക് എന്താണ് നമ്മൾ അടുത്ത് കൊടുക്കണ്ടേ, ഇതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരിക, ഈ രീതിയിലേക്ക് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് പഠിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് അതായിരിക്കും. എന്തായിരിക്കും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വരിക, ഏതെങ്കിലും ഒരു പോർഷൻ ആണ് ഈ സാധനം എനിക്ക് അറിയാവുന്നതാണ്, അന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. മൊത്തം പ്ലാനിങ് ആണ്. അപ്പം പ്ലാനിങ് ഈസ് എ മെന്റൽ എക്സർസൈസ് എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമുക്ക് ഒരു പ്ലാൻ വർക്ക് ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത പ്ലാൻ കൊണ്ട് വീണ്ടും വീണ്ടും സംഭവം ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇനി പ്ലാനിങ് ഈസ് ഫോർവേഡ് ലുക്കിംഗ്. ഫ്യൂച്ചറിനെയാണ് കാണുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലേ. മുന്നോട്ട് എന്താണോ അതിനെ തടുക്കാനുള്ള ട്രാപ്പാണ് നമ്മളിപ്പോ നോക്കി. അതായത് ഇറ്റ് ഈസ് എ ഫോർവേഡ് ലുക്കിംഗ് പ്രോസസ് പ്ലാനിങ്. ഇനി പ്ലാനിങ് ഈസ് ഫ്ലെക്സിബിൾ. പ്ലാനിങ് ഈസ് ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിജിഡ് അല്ല. അതായത് ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കി, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, ഒരു വീട് പണിത സമയത്ത് അതായത് നമ്മളൊരു വീടുണ്ടാക്കിയ സമയത്ത്, വീടുണ്ടാക്കാനായിട്ട് പ്ലാൻ വരയ്ക്കാൻ കൊടുത്ത സമയത്ത് നമ്മുടെ വീട്ടിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് 2 പേരായിരുന്നു. ഞാനും വൈഫ് മാത്രം ഉണ്ടായിരുന്നു എന്ന് വയ്ക്കാം. അത് കഴിഞ്ഞ് പ്ലാൻ കൊടുത്തു കഴിഞ്ഞ് എന്റെ അടുത്ത ആഴ്ച എന്ന് പറയുന്നത് വൈഫ് പ്രഗ്നന്റ് ആണെന്നുള്ള അറിയുന്നത്. അപ്പൊ എന്താ 3 പേര് വന്നല്ലോ. ജസ്റ്റ് ഞാൻ ഉദാഹരണം പറഞ്ഞു. നമ്മൾ അങ്ങനെയല്ല, സാധാരണ 3 ബെഡ്റൂം ഒക്കെ എന്തായാലും വെക്കും എന്നുള്ളത്. അല്ലെങ്കിൽ വേറെ അടുത്തൊരു ഉദാഹരണം പറയാം, അച്ഛനും അമ്മയും അവിടെ നിന്ന് അനിയന്റെ അടുത്ത് താമസം മാറി ഇങ്ങോട്ട് വരുന്നു, അവന് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ എന്തായി, അവരെ കൂടി അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് നമുക്ക് തോന്നി. അല്ലെങ്കിൽ നമ്മൾ കൊടുത്തു, അത് കഴിഞ്ഞപ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കണേ. ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിലേറ്റീവ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കയറി കൊടുക്കാൻ റൂമില്ല, അല്ലെങ്കിൽ റൂം വരച്ച് നമുക്ക് കട്ടിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞപ്പോൾ അതിൽ ഒട്ടും സ്ഥലവും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. നമ്മുടെ അതേ ഡയമെൻഷനുള്ള വേറൊരു വീട് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോ നമ്മൾ എന്തായി, അവിടെ കട്ടിലും അലമാരിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കഴിഞ്ഞപ്പോ എന്തായി, നമുക്ക് മനസ്സിലായി ഇതേപോലത്തെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ വരാൻ പോകുന്ന അവസ്ഥ. അപ്പൊ നമ്മൾ പറയും, അയ്യോ ആ പഴയ പ്ലാൻ ഒന്ന് മാറ്റണം കേട്ടോ, അത് ഇനി ശരിയാവില്ല, നമുക്ക് പുതിയ പ്ലാൻ വേണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ പ്ലാൻ മാറ്റി വയ്ക്കും അല്ലെ. ഈ പരിപാടിയാണ് പ്ലാനിങ് ഈസ് എ ഫ്ലെക്സിബിൾ പരിപാടി. എപ്പോഴും മാറ്റങ്ങൾ വരുത്താൻ പറ്റും. റിജിഡ് അല്ല. റിജിഡ് ആയിട്ട് ഒരു പ്ലാൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മണ്ടത്തരായിരിക്കും. അതായത് അവസരങ്ങൾക്ക് ഒത്ത് അപ്ഡേറ്റഡ് ആവുക എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യണം. പ്ലാനിങ് ഈസ് ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാൻ ചെയ്തു ഓക്കെ, അതിനകത്ത് മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ തന്നെ ആണെങ്കിലും അത് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് അതിനകത്ത് മാറ്റങ്ങൾ വരുത്തണം. ഒന്നും പറ്റില്ല. അത് ഈ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, വേറെ ബിസിനസ്സുകൾ ആലോചിക്കുക. ഹോട്ടൽ ബിസിനസിന്റെ ഹരിയാശിന്റെ ഹോട്ടൽ ബിസിനസ് ആലോചിക്കുക. അത് തകർന്നിട്ടില്ല. തകരാത്തൊരവസ്ഥയിലാണ് എങ്കിൽ ബാക്കപ്പ് പ്ലാൻസ് എന്നുള്ളതിനായ പ്ലാൻ മാറ്റണം. പ്ലാൻ മാറ്റി നമുക്ക് ഇപ്പോ വെറൈറ്റി, ഇപ്പൊ ഷെഫിനെ കൊണ്ടുവന്നത് നല്ല ഷെഫ് ആർന്നില്ല, അപ്പൊ നമ്മൾ മാറ്റി പുതിയ ഒരു ഷെഫിനെ 2 ഷെഫിനെ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവരണം. നമുക്ക് നിലവിലുള്ള പ്ലാൻസിനകത്ത് നമുക്ക് എപ്പോഴും അപ്ഡേഷൻസ് വരുത്താൻ പറ്റണം എന്നുള്ളത്. അതാണ് ഫ്ലെക്സിബിൾ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരും, പ്ലാനിങ് ഈസ് നോട്ട് ഫ്ലെക്സിബിൾ. സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? തെറ്റ്. പ്ലാനിങ് ഫ്ലെക്സിബിൾ ആണ്. നോക്കാം. പ്ലാനിങ് ഈസ് ആൻ ഇന്റഗ്രേറ്റഡ് പ്രോസസ്. ഇന്റഗ്രേറ്റഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ പരസ്പര പൂരിതങ്ങളായിട്ടുള്ള ഒരു പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് ടോപ്പ് ലെവലിൽ ഉള്ള ആൾക്കാരുടെയും ലോവർ ലെവലിലുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും തീരുമാനങ്ങളെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഉൾക്കൊള്ളുകയും ചെയ്യും. അതിനനുസരിച്ചിട്ട് വേണ്ട കാര്യങ്ങളും അതിനകത്ത് വരുന്നുള്ള. പ്ലാനിങ് ഈസ് എ ഇന്റഗ്രേറ്റഡ് പ്രോസസ്. എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് പ്ലാനിങ്ങിന്റെ ഒരു ഇത്. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ ആലോചിക്കില്ലേ, അപ്പൊ അവര് വളർന്നു വരുമ്പോൾ അവർക്ക് സ്റ്റഡി റൂം വേണം നമ്മൾ തീരുമാനിച്ച് നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ മാറ്റി അവരുടെ കൂടി കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ പ്ലാനിങ് ചെയ്യുക. ഓക്കെ, പ്ലാനിങ് ഈസ് ആൻ ഇന്റഗ്രേറ്റഡ് പ്രോസസ്. ഇനി പ്ലാനിങ് ഇൻക്ലൂഡ്സ് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഡയമെൻഷൻസ്. എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും വേണ്ട കാര്യങ്ങളാണ് പ്ലാനിങ്ങില്. അപ്പൊ അതൊന്നും കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, കഴിഞ്ഞു. ഇന്ന് ഇത്രയേ ഉള്ളൂ. പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് കഴിഞ്ഞു. ഇനി അടുത്തതുണ്ട് പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ്. കുറെ പേരുണ്ട്. പ്ലാനിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദ്ധതിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്
ാണ് നല്ല അങ്ങനത്തെ അതൊക്കെ പറയുന്നു വിചാരിക്കുക. ഡൗട്ട് വരുന്നില്ലേ? അപ്പൊ അതേപോലെ പ്ലാനിങ്ങിന് എന്തൊക്കെ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാനിങ് അതിന്റെ നേച്ചർ എന്താണ്, അതിന്റെ ക്യാരക്ടേഴ്സ്, അതിനകത്ത് അതിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ആ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഉണ്ടാവും. നല്ല പ്ലാനിങ് ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ പ്ലാനിങ് ഫസ്റ്റ് ഈസ് ഗോൾ ഓറിയന്റഡ് എന്നുള്ള ഇത് പഠിച്ചില്ലേ, ഫീച്ചർ പഠിച്ചില്ലേ? പ്ലാനിങ് ഗോൾ ഓറിയന്റഡ് ആണ്. പ്ലാൻ ചെയ്യുന്നത് ഗോൾ ഇല്ലാണ്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമ്മള് ഒരു ടൂർ പോകാൻ തീരുമാനിച്ചു. എവിടേക്ക് ടൂർ പോവാ? കുളു മണാലി. അതൊക്കെ പോവാലോ, എന്തിനു പോണം? അതല്ലേ അതിന്റെ ഗോള്. അല്ലേ? കുളു മണാലിയിൽ ഒരു പ്ലാനും ഇല്ലാണ്ട് നമുക്ക് പോകാൻ പാടില്ലേ? അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് കുളു മണാലിക്കാണ്, കുളു മണാലി പോവാം. അത് കഴിഞ്ഞിട്ട് എന്തിനവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം ഉണ്ടെങ്കിലല്ലേ അതിന്റെ ഒബ്ജക്റ്റീവ് ആവുള്ളൂ, ഈ ഗോൾ ആവുള്ളൂ. നമ്മള് ഈ പറയുന്ന എന്താണ്, മഞ്ഞ് കാണാൻ പോയി, അത് അതിന്റെ ഒബ്ജക്റ്റീവ്. അല്ലെങ്കിൽ ഈ പറയുന്ന പുഴയിലിറങ്ങി ഡ്രാഫ്റ്റ് ചെയ്യാൻ പോയി, അത് അതിന്റെ ഒബ്ജക്റ്റീവ്. ഈ കാര്യങ്ങളൊക്കെ എല്ലാം എഴുതി വെച്ചിട്ട് ഐറ്റിനറി തയ്യാറാക്കി പോണതാണ് നല്ല പ്ലാനിങ്. അല്ലാണ്ട് വെറുതെ പോണതാണ് മോശം പ്ലാൻ. ഓക്കെ, വായിച്ചു നോക്കി. 9 ഇനി കഴിഞ്ഞിട്ടില്ല ക്ലാസ് അല്ല, മീൻസ് ടോപ്പിക് കഴിഞ്ഞിട്ടില്ല. ഇനി ഉണ്ട് പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് പറയാനായിട്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. സ്ലൈഡ് ഇത്ര 60 സ്ലൈഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും മാക്സിമം ആയി. ഇതിപ്പോ 60 സ്ലൈഡ് ഉണ്ട്. 60 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും 2 മണിക്കൂർ കൊണ്ട് തീരും എന്നുള്ളതിനകത്തായിരുന്നു. പക്ഷെ ടോപ്പിക് ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ട് തീർന്നിട്ടില്ല. വായിച്ചു നോക്കും. അല്ലെങ്കിൽ 12:30 അല്ലേ? IT ആക്റ്റീവ് കൊണ്ടിട്ടുണ്ടായിരുന്നു. അത് അടുത്ത ക്ലാസ്സിൽ വെച്ചാൽ കുഴപ്പമില്ല. ജസ്റ്റ് വായിച്ചു നോക്കിയേ. പിന്നെ ഓൺലൈൻ അടുത്ത ആഴ്ച നിങ്ങൾക്ക് എക്കണോമിക്സിന്റെ ക്ലാസ് ഉണ്ടാവും. ആദ്യം 4 മണിക്കൂറാണ് നിങ്ങൾക്ക് സെഷൻ വെച്ചിരുന്നത്, അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂറായിരിക്കും കേട്ടോ അടുത്ത ആഴ്ച. മോർണിംഗ് സെഷൻസ് മാത്രമേ അടുത്ത ആഴ്ച ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 4 തൊട്ടിട്ട് 8 വരെയുള്ള രണ്ടാമത്തെ വീക്കിലും അടുത്ത ഇതേപോലെ തന്നെ 2 മണിക്കൂറായിട്ടുള്ള സെഷൻസ് വെച്ചിട്ട് തീർക്കും. അത് എന്താണ് അങ്ങനെ മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഇത്രയും ഫാക്ട്സും കാര്യങ്ങളൊക്കെ 4 മണിക്കൂർ ക്ലാസ്സിലിരുന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള ഒരു ഒപ്പീനിയൻ സാറിന്റെ ഭാഗത്തു കൂടി വന്നതുകൊണ്ടാണ് ആ ഒരു ചേഞ്ച് വരുത്തിയേക്കണത്. പക്ഷെ 2 മണിക്കൂർ ക്ലാസ് ഉള്ളെങ്കിൽ 2 മണിക്കൂറിന്റെ ക്ലാസ് അന്ന് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നെ അടുത്ത ആഴ്ച കഴിഞ്ഞ് അതിന്റെ അടുത്ത ആഴ്ച ഈ പറയുന്നത് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് തീർക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച കേരള എക്കണോമി തീർന്നിട്ടുണ്ടാവും. ഓഗസ്റ്റ് 8 ആയത്തേക്കും കേരള എക്കണോമി തീർന്നിട്ടുണ്ടാവും. പിന്നെ ഇനി എടുക്കാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇതും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ തൊട്ടടുത്ത ആഴ്ച പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റും ഈ ഗവേണൻസ്. ഇത്രയും കൂടി ഉള്ളൂ നമ്മുടെ പോർഷൻസ്. മിക്കവാറും നമുക്കൊരു സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും നമ്മുടെ പോർഷൻസ് തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം പരമാവധി. മാക്സിമം സെപ്റ്റംബർ 14. അതിന് മുമ്പ് എല്ലാം തീർത്ത് വിടാനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നെ ഇരുന്ന് റിവിഷൻ ചെയ്യണം എന്നുള്ള കാര്യം മാറ്റി വെക്കുക. അപ്പൊ തന്നെ റിവിഷൻ ചെയ്ത്, അതല്ലെങ്കിൽ ഓരോ വീക്കിലും കഴിഞ്ഞ പോർഷൻസ് റിവിഷൻ ചെയ്ത് പോകണം കേട്ടോ. എന്നിട്ട് ലാസ്റ്റിലേക്ക് വെക്കരുത് റിവിഷൻ ചെയ്യാനായിട്ട്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അതിനനുസരിച്ചിട്ട് തീർത്ത് പോവാം. POM ഒരാഴ്ച കൊണ്ട് POM തീരും. ഒരു മാക്സിമം ഒരു 4 ക്ലാസ്, 4-5 ക്ലാസ് കിട്ടി കഴിഞ്ഞാൽ തീർക്കാൻ പരമാവധി നോക്കാം. വായിച്ചു കഴിഞ്ഞോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
സ്കിൽസ് ഓഫ് മാനേജേഴ്സിന്റെ 3 ക്ലാസിഫിക്കേഷൻ ചെയ്തു തരാം. ഓൺലൈൻ കാരൊക്കെ പോയാ ഇറങ്ങി ഓടിയും തോന്നുന്നു. ഓൺലൈൻ കാർ ഇറങ്ങി കണ്ണ വഴി ഓടിയും തോന്നുന്നു. ഓക്കെ, പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ അല്ലേ? റിവിഷന് വേണ്ടിയിട്ട് അവസാനത്തേക്ക് വെക്കരുതെന്ന്. കഴിഞ്ഞ പോർഷൻസ് ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് തന്നെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി ജുഡീഷ്യറിയും കൂടി മാത്രമേ ആ ഒരു 12 മാർക്ക് നമുക്ക് ഇനി തീർക്കാനായിട്ടുള്ളൂ. ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. അപ്പൊ അതിരുന്ന് റിവിഷൻ ചെയ്യുക, കണ്ടിന്യൂസ് റിവിഷൻ ചെയ്യുക. 20 മാർക്കാണ് അതിനകത്ത് വരുന്നത്. 12 മാർക്ക്, 8 മാർക്കിന്റെ കൂടി എടുക്കാനുണ്ട്. അത് ഞാൻ പെട്ടെന്ന് തന്നെ തീർത്തുതരാം. നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ തീർക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പോർഷൻസ് ആണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിയും. അത് 2 തീർത്തിട്ടാണ് പിന്നെ കൂടുതൽ ഈ അഡ്മിനിസ്ട്രേഷനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അങ്ങനത്തെ ഇതിനകത്തേക്ക് പോവുള്ളൂ കേട്ടോ. 30, 20, 50 മാർക്ക് നിങ്ങളുടെ സ്ട്രോങ് ആക്കി വെക്കുക. ഓക്കെ, എന്നാ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്.